വാർത്താരംഭത്തിലേക്ക് വിശദമായി. വയനാട്ടിലെ ചെമ്പ്രമലയിൽ പലയിടത്തും വൻതോതിൽ വിള്ളൽ രൂപപ്പെട്ടു. സ്വകാര്യ തേയില എസ്റ്റേറ്റിലാണ് വിള്ളൽ ഉണ്ടായിട്ടുള്ളത്. മലയടിവാരത്തെ 200-ലധികം കുടുംബങ്ങളാണ് ഉരുൾപൊട്ടൽ ഭീഷണി ഇതോടെ നേരിടുന്നത്. ചെമ്പ്രമലയിലെ സ്വകാര്യ ടീ എസ്റ്റേറ്റിലാണ് പലയിടത്തും വലിയ തോതിൽ വിള്ളലുണ്ടായിരിക്കുന്നത്. 20 ഡിഗ്രിയിൽ കൂടുതൽ ചെരിഞ്ഞ പ്രദേശം വിണ്ടുകീറി വെള്ളമൊഴുകുന്നുണ്ട്. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ ദിവസങ്ങളിലാണ് ചെമ്പ്രമലയിലും വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായത്. മലയടിവാരത്ത് 216 കുടുംബങ്ങൾ കഴിയുന്നുണ്ട്. കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ചു കുടുംബങ്ങളെ ഇവിടെ നിന്ന് മാറ്റി താമസിപ്പിച്ചിട്ടുണ്ട്. മഴ ശക്തമായാൽ ഉരുൾപൊട്ടലുണ്ടായേക്കുമെന്ന ആശങ്കയിലാണ് പ്രദേശവാസികൾ. ഞങ്ങൾ പ്രത്യേകിച്ച് മഴക്കാലം വരുന്ന സമയത്ത് ഞങ്ങളൊരു വളരെയധികം ഭീതിയിലാണ് ഇവിടെ താമസിക്കുന്ന ഏകദേശം ഒരു 216-217 കുടുംബങ്ങൾ താമസിക്കുന്നത്. മഴക്കാലം വന്നിട്ട് അങ്ങോട്ടുള്ളൊരു ഭീതി ഞങ്ങൾ അലട്ടിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇതിന് ശാശ്വതമായൊരു പരിഹാരം കാണണമെന്നാവശ്യപ്പെട്ട് ഞങ്ങൾ മിനിഞ്ഞാന്ന് ഇവിടെ താമസിക്കുന്ന 216 കുടുംബങ്ങൾ ക്യാമ്പിൽ നിന്ന് അവിടെ താമസിക്കുന്ന ആളുകളുടെ ഒപ്പുശേഖരണം നടത്തി കളക്ടർ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ വിശദമായൊരു റിപ്പോർട്ട് ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല. അവരിവിടെ ജനവാസയോഗ്യമാണോ എന്നുള്ള റിപ്പോർട്ട് കിട്ടിയതിന് ശേഷം മാത്രമേ ഞങ്ങൾക്ക് ഇവിടെ താമസിക്കാൻ പറ്റൂ ഇല്ലെന്നുള്ള അറിയാൻ പറ്റുള്ളൂ. ഞങ്ങൾ 22 പിന്നെ കാട് 22 ഇവർ മേലെ 22. ഇവരെ അവിടുന്ന് വന്നാൽ ഞങ്ങൾ അവിടേക്കാണ് ആ വെള്ളം എല്ലാം വരിക. പിന്നെ ഞങ്ങളാ ഭാഗം കുറച്ച് ഇടിഞ്ഞു പോലെ നിൽക്കുന്നുണ്ട്. ആ കുണ്ട് ഞങ്ങൾക്ക് അവിടെ താമസിക്കാൻ പറ്റൂല. ഞങ്ങൾ എന്നിട്ട് ഇപ്പോൾ ക്യാമ്പിലല്ല, എൻ്റെ മോളെ വീട്ടിൽ ഞങ്ങൾ പോയി താമസിച്ചത്. ഇന്നലെയാണ് ഇങ്ങോട്ട് പണിക്ക് വരാൻ പറഞ്ഞിട്ട് പണിക്ക് വന്നതാണ്. ഞങ്ങളെങ്ങനെ അവിടെ താമസിക്കുക, ഇവരും അതേപോലെ തന്നെ. ഇവരെ മോൻ്റെ ഒരു ഭാഗം അങ്ങനെ ഇടിഞ്ഞു പോയിക്കണേ. സമുദ്രനിരപ്പിൽ നിന്ന് 2100 മീറ്റർ ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ചെമ്പ്രമലയിൽ 1962 വൻ ഉരുൾപൊട്ടലിൽ 4 എസ്റ്റേറ്റ് ലയങ്ങളാണ് മണ്ണിനടിയിലായി പോയത്. നിരവധി പേരുടെ മൃതദേഹങ്ങൾ പോലും കിട്ടിയിരുന്നില്ല. 6 പതിറ്റാണ്ടുകൾക്കിപ്പുറം മലയടിവാരത്ത് ജനസാന്ദ്രത വർദ്ധിച്ചിട്ടുണ്ട്. മേപ്പാടി പഞ്ചായത്തിൽ വരുന്ന പ്രദേശമാണ് ഇതും. സോയിൽ ക്രീപ്പിംഗ് പ്രതിഭാസത്തെ തുടർന്ന് മണ്ണിടിഞ്ഞു താഴുന്ന കുന്നമംഗലം വയൽ ചെമ്പ്രമലയടിവാരത്താണ് സ്ഥിതി ചെയ്യുന്നത്. ഇതിൻ്റെ തൊട്ടുമുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലും മണ്ണിടിച്ചിലും ഉണ്ടായിട്ടുള്ളത്. ഞങ്ങളാരെയും ഭീതിപ്പെടുത്താൻ വേണ്ടിയല്ല ഇത് പറയുന്നത്. പ്രകൃതിയുടെ ചില മുന്നറിയിപ്പുകൾ നമ്മൾ അവഗണിക്കരുത്. 1962 ചെമ്പ്ര ദുരന്തം മറക്കരുത്. കാരണം അന്ന് നിരവധി ജീവനുകൾ പൊലിഞ്ഞതാണ്. നമ്മുടെ ഭരണകൂട സംവിധാനങ്ങൾ ഒരു കാരണവശാലും ഇതിനു നേരെ കണ്ണടയ്ക്കരുത്. വയനാട്ടിലെ ചെമ്പ്രമലയിൽ നിന്ന് ക്യാമറാമാൻ അഖിൽ ഓട്ടുപാറയ്ക്കൊപ്പം എസ് വിനേഷ് കുമാർ, ന്യൂസ് 18. എസ് വിനേഷ് കുമാർ ചേരുന്നുണ്ട് നമ്മോടൊപ്പം ഇപ്പോൾ വയനാട്ടിൽ നിന്ന്. വിനേഷ്, ഒരു ഭീതി ഉണ്ടാക്കുന്ന ഒരു സാഹചര്യമുണ്ട് അവിടെ, പ്രത്യേകിച്ച് മേപ്പാടി പഞ്ചായത്തിൽ തന്നെയാണല്ലോ ഈ ചെമ്പ്രമലയും. ഇതിൻ്റെ ഒരു വിദഗ്ധരായിട്ടുള്ളവർ എന്താണ് പറയുന്നത്? ഇങ്ങനെ വിള്ളലുണ്ടാകുന്നത് അത് എപ്പോഴാണ്, ഏത് സാഹചര്യമാണ്? അതൊരു മുന്നറിയിപ്പായി കണക്കാക്കണോ നമ്മൾ? എൽദോ, ഇത് ഇന്നും ഇന്നലെയോ ഉണ്ടായതല്ല. കഴിഞ്ഞ കുറേ കാലങ്ങളായി നമുക്കറിയാം ഈ ചെമ്പ്രമലയുടെ പല ഭാഗങ്ങളിലും ഇത്തരത്തിലുള്ള വിള്ളലുകൾ ഉണ്ടായിട്ടുണ്ട്. വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായതാണ് 1962. അന്ന് 4 ലയങ്ങൾ ഒലിച്ചുപോയി. അതിനകത്ത് കുറേ മനുഷ്യജീവനുകളും ഉണ്ടായിരുന്നു. പല ആളുകളെയും ഇതുവരെയും കണ്ടെത്താൻ പോലും കഴിഞ്ഞിട്ടില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. മറ്റൊന്ന്, സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസ് ഇവിടെ കൃത്യമായി തന്നെ പഠനം നടത്തിയിരുന്നു. ഇതിൻ്റെ അടിവാരത്തുള്ള കുന്നമംഗലം വയൽ എന്ന് പറഞ്ഞ സ്ഥലത്ത് സോയിൽ ക്രീപ്പിംഗ് എന്ന പ്രതിഭാസമുണ്ടെന്നായിരുന്നു കണ്ടെത്തൽ. ഇതിൻ്റെ അടിസ്ഥാനത്തിൽ മണ്ണ് നീങ്ങി പോവുകയാണ്. അതായത് ഭൂമി കുഴിഞ്ഞു പോകുന്നു. പെട്ടെന്ന് കിണറൊക്കെ താഴ്ന്നു പോകുന്ന പ്രതിഭാസം നമുക്കറിയാം. അങ്ങനെ സ്ഥിരമായ അത്തരത്തിൽ വീടുകളും മറ്റുള്ള കെട്ടിടങ്ങൾ താഴോട്ട് പോകുന്നു. പിന്നെ വീടിൻ്റെ മുറ്റം ഇടിഞ്ഞ് താഴോട്ട്
പോകുന്നു. ഇങ്ങനെയൊരു പ്രതിഭാസം അവിടെ ഉണ്ടായ സമയത്ത് ഇവിടെ താമസയോഗ്യമല്ല, ഇവിടുന്ന് ആളുകളെ മാറ്റി താമസിപ്പിക്കുന്നത് ഉൾപ്പെടെയുള്ള നടപടിയിലേക്ക് പോകേണ്ടതുണ്ട്, ഉരുൾപൊട്ടൽ സാധ്യതയുള്ള ഒരു സ്ഥലമാണ് എന്നുള്ളതായിരുന്നു അന്നത്തെ സെൻറ്റർ ഫോർ എർത്ത് ആൻഡ് സയൻസ് സ്റ്റഡീസിൻ്റെ റിപ്പോർട്ട് പറയുന്നത്. പക്ഷേ അതിന്മേൽ പിന്നീട് നടപടിയൊന്നും ഉണ്ടായില്ല എന്നുള്ളതാണ് എടുത്തു പറയേണ്ട കാര്യം. ഇപ്പോൾ കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ നമ്മൾ ഈ സ്ഥലം പോയപ്പോൾ അവിടെ ഉണ്ടായിരിക്കുന്ന വിള്ളലിൻ്റെ ദൃശ്യങ്ങളാണ് നമ്മളിപ്പോൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ഇതിൽ വലിയ തോതിൽ തന്നെ വിള്ളൽ എന്നുപോലും പറയാൻ കഴിയില്ല, വലിയൊരു ചാല് രൂപപ്പെട്ട പോലെയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അതിലൂടെ വെള്ളം കുത്തിയൊഴുകി വരുന്നതുമുണ്ട്, പലയിടങ്ങളിലും വിള്ളലുണ്ടായിട്ടുണ്ട്. അതായത് ഈ പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടലുണ്ടായ അതേ കാലയളവിൽ അതേ ദിവസങ്ങളും അതിൻ്റെ അടുത്ത ദിവസങ്ങളിലുമാണ് ഈ വിള്ളലുണ്ടായത് എന്നാണ് പ്രദേശവാസികൾ പറയുന്നത്. അതായത് പുഞ്ചിരിമട്ടത്തും അതുപോലെ തന്നെ ചൂരൽമലയിലും അതുപോലെ തന്നെ മുണ്ടക്കയിലും ഒന്നും ഉണ്ടായിരിക്കുന്ന അത്ര മഴ ഒരു പക്ഷേ ഇവിടെ ഉണ്ടായിട്ടില്ല. ഉണ്ടായിരുന്നെങ്കിൽ വലിയ തോതിൽ തന്നെ ഇവിടെ മണ്ണിടിച്ചിലുണ്ടാവാൻ സാധ്യതയുണ്ടാവുമായിരുന്നു. പലയിടങ്ങളിലും, അതായത് ഒരു സ്വകാര്യ തേയിലത്തോട്ടമാണിത്, ഫാത്തിമ പ്ലാന്റേഷൻ എന്നുള്ള ആ തേയിലത്തോട്ടത്തിനകത്ത് കാര്യമായ നിർമ്മാണ പ്രവർത്തനങ്ങളോ ക്വാറികളോ ഒന്നും തന്നെ പ്രവർത്തിക്കുന്നില്ല. മഴ വർദ്ധിക്കുന്നതോടുകൂടി ഈ ചെങ്കുത്തായ മലനിരകൾ ഇടിഞ്ഞിടിഞ്ഞ് താഴോട്ട് വന്നുകൊണ്ടിരിക്കുന്നു. പലയിടത്തും ആ പ്രദേശവാസികൾ നമുക്ക് ചൂണ്ടിക്കാണിച്ചു തന്നിരിക്കുന്നു, നിരന്ന റോഡുകളെല്ലാം തന്നെ പലയിടത്തും ഇടിഞ്ഞു താഴ്ന്നു പോയിരിക്കുന്നു. ഇങ്ങനെയുള്ള ഒരു സ്ഥലമാണിത്. സ്വാഭാവികമായും ഇതിന് താഴെ താമസിക്കുന്ന 216 കുടുംബങ്ങളുടെ അവസ്ഥ വളരെ ദുഷ്കരമാണ്. കാരണം അവിടെ കഴിയുക എന്നുള്ളത് ആളുകളെ സംബന്ധിച്ചിടത്തോളം വലിയ ബുദ്ധിമുട്ടാണ്. കാരണം ഏത് സമയവും നമുക്കറിയാം ചൂരൽമലയിലും മുണ്ടക്കയൊന്നും ഒരു കാരണവശാലും ഇങ്ങനൊരു ദുരന്തമുണ്ടാവും എന്ന ആളുകൾ പ്രതീക്ഷിക്കാത്ത ഒരു സ്ഥലമായിരുന്നു. കാരണം തുടക്കത്തിലുള്ള പഠനങ്ങളിലൊന്നും തന്നെ മുണ്ടക്കൈയെ ബാധിക്കുമെന്നുണ്ടായതില്ല. പുഞ്ചിരിമട്ടത്ത് ഉരുൾപൊട്ടിയാൽ പോലും ചൂരൽമലയും മറ്റു പല സ്ഥലങ്ങളെയും ബാധിക്കും, അട്ടമലയെ പോലും ബാധിക്കും എന്ന് പറഞ്ഞിരുന്നു. പക്ഷേ മുണ്ടക്കൈയൊന്നും നമ്മൾ പ്രതീക്ഷിച്ച സ്ഥലമേ അല്ല ഇത്. പക്ഷേ ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ഏത് സമയവും ചൂരൽമല പോലുള്ള ഒരു ചെറിയ പട്ടണമോ മുണ്ടക്കൈ പോലുള്ള ഒരു ചെറിയ പട്ടണമോ അല്ല യഥാർത്ഥത്തിൽ. മേപ്പാടി പോലുള്ള അത്യാവശ്യം വലിയ ഒരു പട്ടണത്തെ കാര്യമായി തന്നെ ഇവിടെ മണ്ണിടിഞ്ഞാൽ ബാധിക്കും, കോട്ടനാടിനെ ബാധിക്കും. ഒപ്പം തന്നെ വൈത്തിരി താലൂക്കിലെ പല പ്രദേശങ്ങളും ഇവിടെ ഒരു ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ ബാധിക്കുന്ന പ്രദേശങ്ങളായിരിക്കും. ആയിരക്കണക്കിന് ആളുകളെ തന്നെ ഇത് കാര്യമായി പ്രത്യക്ഷമായോ പരോക്ഷമായോ ഇത് ബാധിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. പക്ഷേ ഇപ്പോൾ കഴിഞ്ഞ ദിവസം ഉണ്ടായിരിക്കുന്ന ഈ വിണ്ടുകീറിയ പ്രതിഭാസവും അതുപോലെ തന്നെ മണ്ണിടിച്ചിലും ഈ ചെമ്പ്രമലുണ്ടായ സ്ഥലത്ത് റവന്യൂ സംഘം മാത്രമാണ് ഇവിടെ പരിശോധന നടത്തി, ജിയോളജി കൃത്യമായി പരിശോധന നടത്തുകയോ അല്ലെങ്കിൽ ഇവിടെ ഈ ആളുകൾ എത്രയും പെട്ടെന്ന് മാറ്റി താമസിപ്പിക്കുന്ന ഉൾപ്പെടെയുള്ള ശുപാർശകളോ ചെയ്തിട്ടില്ല. പക്ഷേ അന്ന് ഈ പുഞ്ചിരിമട്ടത്ത് ദുരന്തമുണ്ടായ സമയത്ത് ഇവിടെയും കനത്ത മഴയുണ്ടായപ്പോൾ അധികൃതരുടെ നിർദ്ദേശപ്രകാരം ആളുകളെ, കുറച്ച് കുടുംബങ്ങളെ ഇവിടെ നിന്ന്, കടുത്ത ഭീഷണി നേരിടുന്ന കുറച്ച് കുടുംബങ്ങളെ മാത്രമാണ് ഇവിടെ നിന്ന് ക്യാമ്പുകളിലേക്ക് മാറ്റിയിട്ടുള്ളത്. ബാക്കിയുള്ള പല കുടുംബങ്ങളും പോകാൻ തയ്യാറായിരുന്നില്ല. എസ്റ്റേറ്റ് ലയങ്ങളാണ് ഇവിടെ, പൂർണ്ണമായും എസ്റ്റേറ്റുകളാണ്, തേയിലത്തോട്ടങ്ങളാണ്. ടൂറിസത്തിന് വലിയ സാധ്യതയുള്ള സ്ഥലമാണ്. വനസംരക്ഷണം, അതായത് വനം വകുപ്പിൻ്റെ നിയന്ത്രണത്തിലുള്ള വനസംരക്ഷണ സമിതി ആണ് ഇവിടേക്ക് ആളുകളെ, അതായത് ഈ നമുക്ക് ദൃശ്യങ്ങളിൽ കാണുന്ന ഈ ചെമ്പ്രമലയുടെ മുകൾ ഭാഗത്ത് ഏറ്റവും ടോപ്പിൽ ഒരു ഹൃദയ തടാകം സ്ഥിതി ചെയ്യുന്നുണ്ട്. ഇത് കാണുന്നതിന് വേണ്ടിയൊക്കെ നിരവധി ആളുകൾ പോകുന്ന ഒരു സ്ഥലം കൂടിയാണിത്. ഈ റോഡിൻ്റെ പല ഭാഗങ്ങളും തകർന്നിട്ടുണ്ട്, മണ്ണിടിഞ്ഞ് വീണിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ വിള്ളൽ, കഴിഞ്ഞ ഒരു 10 ദിവസം മുമ്പൊക്കെ ഉണ്ടായിരിക്കുന്ന വിള്ളലിന് മുകളിൽ ചെറിയ ചെടികളെല്ലാം മുളച്ച് ഈ വിള്ളലൊന്നും പലയിടത്തും കാണാൻ കഴിയുന്നില്ല. പക്ഷേ ചാല് പോലെ വലിയ തോതിൽ വിള്ളലുണ്ടായിട്ട് ഒരു ഭൂമി ഇങ്ങനെ പിളർന്ന് പോയിരിക്കുന്ന ദൃശ്യമാണ് നമ്മൾ കാണിക്കുന്നത്. അതിലാണ് ഈ വെള്ളം, അതിലൂടെ വെള്ളം ഇങ്ങനെ കുത്തി ഒഴുകിക്കൊണ്ടുവരിക. അതിൽ ചെറിയ തോതിൽ കല്ലുകളും വെള്ളവും ചെളിയും എല്ലാം തന്നെ ആ സമയത്ത് വലിയ തോതിൽ, നമുക്കറിയാം ഉരുൾപൊട്ടൽ എന്ന് പറയാൻ കഴിയില്ല, ഇതൊരു വിണ്ടുകീറൽ മാത്രമാണ്. പക്ഷേ ഇത് വലിയൊരു സൂചനയാണ്, അല്ലെങ്കിൽ ഒരു മുന്നറിയിപ്പാണ് പ്രകൃതിയുടെ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. കാരണം ചൂരൽമലയിലും മറ്റു സ്ഥലങ്ങളിലും ഈ പുത്തുമല ഭാഗത്തും എല്ലാം തന്നെ ഉരുൾപൊട്ടലുണ്ടായപ്പോൾ ആദ്യം ഇത്തരത്തിൽ വിണ്ടുകീറലും പിന്നീട് കലങ്ങിയ വെള്ളം വരികയും ചെയ്തതിന് പിന്നാലെയാണ് വലിയ തോതിലുള്ള ഉരുൾപൊട്ടലുണ്ടായത്. അതുകൊണ്ട് തന്നെ ഈ ചെമ്പ്രമലയിലെ ആളുകളെ മാറ്റി താമസിപ്പിക്കുക, അല്ലെങ്കിൽ ശാശ്വതമായി തന്നെ ദീർഘകാല അടിസ്ഥാനത്തിൽ തന്നെ ഇവരെ ഇവിടെ നിന്ന് മാറ്റേണ്ടതുണ്ട്. താൽക്കാലികമായി ക്യാമ്പുകളിലേക്ക് മാറ്റിയത് കൊണ്ട് മാത്രം കാര്യമില്ല എന്ന് തന്നെയാണ് അവർ പറയുന്നത്. കാരണം ഇവിടെ വാസയോഗ്യമല്ല എന്നുള്ളത് നേരത്തെ കണ്ടെത്തിയ ഒരു സ്ഥലമാണ് കുന്നമംഗലം വയൽ ഉൾപ്പെടെ. കുന്നമംഗലം വയലിൻ്റെ തൊട്ട് മുകളിലുള്ള പ്രദേശത്താണ് വലിയ തോതിൽ വിള്ളലുണ്ടായിട്ടുള്ളത്. വലിയ ഒരു സാഹചര്യമാണ്. പ്രത്യേകിച്ചും ആ മേപ്പാടി പഞ്ചായത്തിൽ തന്നെ ഒരു ദുരന്തത്തെ അഭിമുഖീകരിച്ച് അതിനെ അതിജീവിച്ച് നമ്മൾ വരുന്നതേയുള്ളൂ എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. വളരെ വിശദമായിട്ടാണ് വിനേഷ് അക്കാര്യം സൂചിപ്പിച്ചതും. വിനേഷ് തുടരുക, കാരണം വയനാട്ടിലെ മറ്റു വാർത്തകളിലേക്ക് കൂടി പോകേണ്ടതുണ്ട്. വയനാട് ഉരുൾപൊട്ടൽ ദുരന്തമുണ്ടായി 3 ആഴ്ച പിന്നിടുകയാണ്. കാണാതായവർക്കായുള്ള തെരച്ചിലും തുടരുകയാണ്. 119 പേരെ കണ്ടെത്താനുണ്ട് എന്നാണ് സർക്കാരിന്റെ കണക്ക്. 300-ലധികം കുടുംബങ്ങൾ ഇപ്പോഴും ദുരിതാശ്വാസ ക്യാമ്പുകളിലുമാണ്. വിനേഷ് തുടരുന്നുണ്ട്. വിനേഷ്, ഈ അതിജീവനത്തിന്റെ വഴിയിലാണല്ലോ വയനാട്. അതിൽ ഒരുപാട് ഘട്ടങ്ങളുണ്ട്, ഒരുപാട് പ്രതിസന്ധികൾ, വെല്ലുവിളികളൊക്കെ ഉണ്ട്. അപ്പോൾ എന്താണ് ഒരു സാഹചര്യം? ഈ ജനങ്ങൾ, ആ ക്യാമ്പുകളിലൊക്കെ ഉള്ളവരൊക്കെ എന്താണ് പറയുന്നത്? അവരുടെ പ്രതീക്ഷ എന്താണ്? എപ്പോഴത്തേക്ക് സാധാരണ നിലയിലേക്ക്
മുണ്ടക്കൈനെയും ചൂരൽമലയും ഒക്കെ നമുക്ക് എത്തിക്കാൻ കഴിയും? എന്തോ മുണ്ടക്കൈയും ചൂരൽമലയൊക്കെ ഇനി സാധാരണ നിലയിലേക്ക് വരുമോ എന്നുള്ള കാര്യത്തിൽ നമുക്ക് യാതൊരു ഉറപ്പുമില്ല. കാരണം അവിടെ ജനവാസയോഗ്യമല്ല എന്നുള്ള കാര്യത്തിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് ഈ വലിയ തോതിലുണ്ടായിരിക്കുന്ന ഉരുൾപൊട്ടൽ. ഇനിയും അവിടെ വലിയ ഉരുൾപൊട്ടൽ ഉണ്ടായിക്കഴിഞ്ഞാൽ പൂർണ്ണമായും ആ നാട് തന്നെ ഇല്ലാതാവും. ഏറെക്കുറെ ആ നാട് തന്നെ ഇല്ലാതായി കഴിഞ്ഞിരിക്കുന്നു. മുണ്ടക്കൈയൊക്കെ പൂർണ്ണമായും തുടച്ചു നീക്കപ്പെട്ടിരിക്കുന്നത് നമുക്ക് ദൃശ്യങ്ങളിൽ കൂടെ തന്നെ നമ്മൾ കണ്ടതാണ്. അതുപോലെ തന്നെ ചൂരൽമലയിലും കുറച്ച് കടകളും മറ്റുമുണ്ട്, അതുപോലെ കുറച്ച് വീടുകളുണ്ട്. പലതും പാതി തകർന്ന നിലയിലാണ്. ചില സ്ഥലങ്ങൾ ചില ആരാധനാലയങ്ങൾ ഉൾപ്പെടെ ഇവിടെ നിന്ന് ഒലിച്ചു പോയത് നമ്മൾ കണ്ടതാണ്. കല്ലും മണ്ണും മരങ്ങളും എല്ലാം തന്നെ കുത്തിയൊലിച്ച് വന്നത് നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ഉള്ള ഒരു സ്ഥലത്ത് എങ്ങനെ ആളുകളെ ഇനി അവിടെ തന്നെ താമസിപ്പിക്കാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സർക്കാരിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും ആ പ്രദേശത്ത് തന്നെ ഉരുൾപൊട്ടൽ സാധ്യത അല്ലെങ്കിൽ പ്രകൃതി ദുരന്തം ബാധിക്കാത്ത അല്ലെങ്കിൽ ദുരന്ത സാധ്യത ഇല്ലാത്ത സ്ഥലങ്ങളിലേക്ക് തന്നെ ഈ ചൂരൽമല ഭാഗത്ത്, അതായത് ആ വില്ലേജിൽ തന്നെ വരുന്ന വെള്ളാർമല വില്ലേജിൽ തന്നെ വരുന്ന ഭാഗങ്ങളിലേക്ക് തങ്ങളെ മാറ്റിപ്പാർപ്പിക്കണം എന്നാണ് പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നത്. അവിടെ ഒരു ടൗൺഷിപ്പ് ഉണ്ടാക്കുന്നതൊക്കെ എത്രത്തോളം പ്രായോഗികമാണ് എന്നുള്ളതിനെക്കുറിച്ചുള്ള വിശദമായ പരിശോധന തന്നെയാണ് യഥാർത്ഥത്തിൽ ജില്ലാ ഭരണകൂടം. അതല്ലെങ്കിൽ അവരെ മറ്റുള്ള സ്ഥലങ്ങളിലേക്ക് മാറ്റുക എന്നുള്ളൊരു ഇതിലേക്ക് കാര്യങ്ങൾ പോകും. കാരണം ഇനി അവരെ നിലനിർത്തുമോ അല്ലെങ്കിൽ ആളുകളെ അവിടെ തന്നെ പുനരധിവസിപ്പിക്കുക എന്നുള്ളത് സർക്കാരിനെയും അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലും വലിയ വെല്ലുവിളിയായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. മറ്റൊന്ന്, ഈ ദുരിതാശ്വാസ ക്യാമ്പുകളിൽ കഴിയുന്ന ആളുകളിൽ പല കുടുംബങ്ങളും വാടക വീട് അന്വേഷിച്ചും വാടക വീടുകളിലേക്ക് മാറുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. കാരണം പെട്ടെന്നൊന്നും നമുക്ക് ഈ പുനരധിവാസ പ്രക്രിയ പൂർത്തിയാക്കാൻ കഴിയും എന്ന് തോന്നുന്നില്ല. അതുകൊണ്ട് തന്നെ ആളുകൾ ഇപ്പോൾ വാടക വീടിന് 6000 രൂപ മാസവാടകയായി നൽകാമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട്. പ്രധാനമായും മേപ്പാടി പഞ്ചായത്തിലെ പല ഭാഗങ്ങളിലേക്കും ഈ ആളുകൾ വാടക വീടുകളിലേക്ക് മാറി തുടങ്ങിയിട്ടുണ്ട്. ഒപ്പം തന്നെ ഈ 3 പഞ്ചായത്തുകളിലേക്കാണ് പ്രധാനമായും ആളുകൾ മാറുന്നത്. അതായത് മേപ്പാടി പഞ്ചായത്ത്, അത് കഴിഞ്ഞാൽ ഇതിൻ്റെ തൊട്ടടുത്തുള്ള മൂപ്പൈനാട് പഞ്ചായത്ത്, അത് കഴിഞ്ഞാൽ പിന്നെ അമ്പലവയൽ പഞ്ചായത്ത്. ഈ 3 പഞ്ചായത്തിൽ വരുന്ന പ്രദേശങ്ങളിലേക്കാണ് വാടക വീടുകൾ അന്വേഷിച്ച ആളുകൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാവശ്യമായ ഫർണിച്ചറുകൾ, യൂസ്ഡ് ഫർണിച്ചറുകളെല്ലാം തന്നെ ഉണ്ട്. അതെല്ലാം വാങ്ങിച്ചു, അല്ലെങ്കിൽ പുതിയ ഫർണിച്ചറുകളും മറ്റും അതുപോലെ തന്നെ കിടക്കയും കട്ടിലും എല്ലാം തന്നെ ആളുകൾ, ഈ സന്നദ്ധ സംഘടനകളും മറ്റുള്ള രാഷ്ട്രീയ പാർട്ടികളും എല്ലാം തന്നെ അതിന് സംഭാവന ചെയ്യുന്നുണ്ട്. അങ്ങനെയാണ് ആളുകൾ പിടിച്ചു നിൽക്കുന്നത്. എന്തായാലും ധരിച്ച വസ്ത്രം മാത്രമാണ് അവർക്ക് സ്വന്തമായുള്ളത്. ഒറ്റ രാത്രി കൊണ്ട് എല്ലാം നഷ്ടപ്പെട്ട മനുഷ്യരാണ്. സ്വാഭാവികമായും അവർക്ക് വലിയ രീതിയിലുള്ള പിന്തുണയും സഹായങ്ങളും ലഭിക്കുന്നുണ്ട്. ആ സഹായങ്ങൾ കൊണ്ടാണ് അവർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അധികം ദിവസം ഉണ്ടാവില്ല. കാരണം സ്കൂളുകളൊക്കെ തുറക്കേണ്ടിയിരിക്കുന്നു. മേപ്പാടി സെൻറ്റ് ജോസഫ് സ്കൂൾ, അതുപോലെ തന്നെ മേപ്പാടി ഗവൺമെൻറ് സ്കൂളുണ്ട്, ഒപ്പം തന്നെ റിപ്പൺ സ്കൂളുണ്ട്, കൽപ്പറ്റ SKMJ സ്കൂളുണ്ട്. ഇതെല്ലാം ക്യാമ്പുകളായി പ്രവർത്തിക്കുകയാണ്. ഇവിടെ നിന്ന് എത്രയും പെട്ടെന്ന് ആളുകളെ മാറ്റേണ്ടതുണ്ട്. സ്കൂളുകൾ തുറന്നു പ്രവർത്തിക്കേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വാടക വീടുകളിലേക്ക് മാറ്റുന്നതിനുള്ള നടപടിക്രമങ്ങൾ അതിവേഗം തന്നെ നടക്കുന്നുണ്ട്. പക്ഷേ പുനരധിവാസം എപ്പോൾ എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും ഒരു വ്യക്തതയില്ല. അല്ല ദിനേശ്, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നമ്മൾ എപ്പോഴാണ് ഈ പുനരധിവാസം എന്നതിനപ്പുറം ഇപ്പോൾ പുത്തുമലയിലൊക്കെ നമ്മൾ കണ്ടു വലിയ തോതിൽ ദുരന്തം ഉണ്ടായ സമയത്ത് തെരച്ചിലും ഒരുപാട് ധനസഹായമൊക്കെ ഉണ്ടായി. പക്ഷേ അതിനപ്പുറത്തേക്ക് പലരും ഇപ്പോൾ പരാതി പറയുന്നത് പിന്നീട് തിരിഞ്ഞു നോക്കിയിട്ടില്ല, അല്ലെങ്കിൽ അതിൻ്റെ പുനരധിവാസം പൂർണ്ണമായിട്ടില്ല എന്നുള്ളതാണ്. ഈ ഏകോപനവും അതിലുള്ള നിർവഹണവും ഒക്കെ പൂർത്തിയായി ഏറ്റവും പൂർണ്ണമായിട്ടുള്ള നിലയിൽ നടക്കുന്നുണ്ടോ അവിടെ? എന്തോ ഏകോപനത്തിലൊന്നും പ്രശ്നങ്ങളില്ല. എല്ലാ രാഷ്ട്രീയ പാർട്ടികളും ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും എല്ലാം തന്നെ ഒറ്റക്കെട്ടായി തന്നെ ഇവിടെയുണ്ട്. എല്ലാ കാര്യങ്ങളിലും അവർ സജീവമായി ഈ പ്രശ്നം ഇടപെടുന്നുണ്ട്. പക്ഷേ പുനരധിവാസത്തിൻ്റെ അന്തിമ തീരുമാനമെടുക്കേണ്ടത് സർക്കാരാണ്. 1250 കോടിയുടെ നഷ്ടമാണ് സർക്കാരിൻ്റെ ഒരു പ്രാഥമിക കണക്ക് ഹൈക്കോടതിയിൽ സമർപ്പിച്ചിട്ടുള്ളത്. പക്ഷേ അതിലും എത്രയോ കൂടുതൽ നാശനഷ്ടമുണ്ടാകും. കാരണം അന്തിമ പട്ടിക എന്തായാലും ആയിട്ടില്ല. ഇപ്പോഴും ഈ വന്നിരിക്കുന്ന നാശനഷ്ടങ്ങളുടെ കണക്കെടുക്കുന്നൊരു നടപടി ഇപ്പോഴും പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇതിൻ്റെ ഇരട്ടിയോളം എന്തായാലും നാശനഷ്ടങ്ങൾ കണക്കാക്കുന്നുണ്ട്. എന്തായാലും പുനരധിവാസത്തിന് ഈ ഒരു റീകൺസ്ട്രക്ഷന് വേണ്ടി മാത്രം ഏകദേശം ഒരു പുനർനിർമ്മാണത്തിന് വേണ്ടി മാത്രം ഏകദേശം 2500 കോടിയോളം രൂപ ആവശ്യമുണ്ട് എന്നുള്ളതാണ് സംസ്ഥാന സർക്കാർ പറയുന്നത്. ഇതിൽ കേന്ദ്രത്തിൻ്റെ സഹായം എത്രത്തോളം ലഭിക്കും എന്നുള്ളൊരു പ്രതീക്ഷ കൂടിയുണ്ട്. കാരണം ആ ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് സംസ്ഥാന സർക്കാർ. കാരണം ഇവിടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സന്ദർശിച്ച് കൃത്യമായി തന്നെ ദുരന്തഭൂമിയിൽ ഇവിടുത്തെ ജനങ്ങൾ നേരിടുന്ന പ്രശ്നങ്ങൾ, ദുരിതാശ്വാസ ക്യാമ്പുകളിലും മറ്റും ജനങ്ങൾ നേരിടുന്ന പ്രശ്നം, ഒപ്പം തന്നെ വയനാട് മൊത്തത്തിൽ നേരിടുന്ന ഒരു പ്രശ്നം ഉൾപ്പെടെ അദ്ദേഹം കൃത്യമായി തന്നെ പഠിക്കുകയും അതിനുശേഷം ഇവിടുന്ന് യാത്ര തിരിച്ചതാണ്. സ്വാഭാവികമായും അദ്ദേഹം സംസ്ഥാന സർക്കാർ നൽകുന്ന ഒരു റിപ്പോർട്ടും അതുപോലെ തന്നെ ഇതിൻ്റെ കൃത്യമായൊരു വിവരവും വെച്ചുകൊണ്ട് എത്രത്തോളം ഫണ്ടുകൾ അനുവദിക്കാൻ കഴിയും എന്നുള്ള കാര്യത്തിൽ ഇപ്പോഴും കേന്ദ്ര സർക്കാർ ഒരു നിലപാട് വ്യക്തമാക്കിയിട്ടില്ല. കേന്ദ്രത്തിൻ്റെ സഹായം അനുസരിച്ച് തന്നെയായിരിക്കും മുന്നോട്ട് പോകാൻ കഴിയുക. കാരണം മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ലഭിക്കുന്ന 150-200 കോടി രൂപ കൊണ്ട് ഒരു പുനർനിർമ്മാണം എന്തായാലും ചൂരൽമലയിലും മുണ്ടക്കയിലും നടക്കില്ല എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്.
കേന്ദ്രത്തിൻ്റെ അകമഴിഞ്ഞ സഹായം വേണം, ഒപ്പം തന്നെ സുമനസ്കരായ ആളുകളുടെ സഹായങ്ങൾ വേണം. അത്തരത്തിലുള്ള കാര്യങ്ങളെല്ലാം തന്നെ അങ്ങനെ കുറേ പ്രതീക്ഷകളോട് കൂടി തന്നെയാണ് എന്തായാലും സംസ്ഥാന സർക്കാർ മുന്നോട്ട് പോകുന്നത്. എന്തായാലും ജില്ലാ കലക്ടറും അതുപോലെ തന്നെ ഇവിടുത്തെ ജനപ്രതിനിധികളും MLA മന്ത്രിമാരും എല്ലാം തന്നെ സ്ഥലത്തെത്തി കൃത്യമായി തന്നെ ഇതിനെ ഏകോപിപ്പിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നുണ്ട്. പക്ഷേ തെരച്ചിലും അതുപോലെ തന്നെ തെരച്ചിലിൻ്റെ കാര്യത്തിലേക്ക് പോവുകയാണെങ്കിൽ ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമാണ് ഇപ്പോൾ നടക്കുന്നത്. 119 പേരെ ഇനി കാണാനുണ്ട് എന്നുള്ളതാണ് ഔദ്യോഗിക കണക്ക്. ഒരു പക്ഷേ അനൗദ്യോഗിക കണക്ക് അതിലും എത്രയോ കൂടുതലായിരിക്കും. കാരണം ഇതര സംസ്ഥാന തൊഴിലാളികളുടെ ഉൾപ്പെടെയൊന്നും കണക്കുകളൊന്നും കൃത്യമായൊരു കണക്കുകളും എവിടെയും സൂക്ഷിക്കാറില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. ഇന്നിപ്പോൾ ചൂരൽമലയിലും മുണ്ടക്കയിലുമൊക്കെ ഭാഗികമായുള്ള തെരച്ചിൽ മാത്രമേ ഉള്ളൂ. JCB ഉപയോഗിച്ച് മണ്ണ് നീക്കുന്നത് ഉൾപ്പെടെ നടപടി നടക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസങ്ങളിൽ, അതായത് ഈ ഉരുൾപൊട്ടൽ ഉണ്ടായതിൻ്റെ അടുത്ത 3-4 ദിവസങ്ങളിലെല്ലാം തന്നെ മൃതദേഹങ്ങളും ശരീരാവശിഷ്ടങ്ങളും എല്ലാം കിട്ടിയിരിക്കുന്ന സ്ഥലങ്ങളിൽ നിലമ്പൂർ വനത്തിനോടും അതുപോലെ തന്നെ ചാലിയാറിനോടും ചേർന്ന പ്രദേശങ്ങളിലും തെരച്ചിൽ നടക്കുന്നുണ്ട്. റൈറ്റ്, വിനേഷ് കുമാറാണ് വിവരം നൽകിയത്. അവിടെ തെരച്ചിൽ പുരോഗമിക്കുന്നു, ഒപ്പം പുനരധിവാസത്തിന്റെ പ്രവർത്തനങ്ങളും. ഉരുൾപൊട്ടൽ ദുരന്തബാധിതരുടെ ബാങ്ക് വായ്പ സംബന്ധിച്ച് എന്താണ് ചെയ്യാൻ പറ്റുക എന്ന തീരുമാനമെടുക്കാൻ ബാങ്കേഴ്സ് സമിതി യോഗം ഇന്നുണ്ടാകും. മുഖ്യമന്ത്രിയുടെ അധ്യക്ഷതയിൽ തിരുവനന്തപുരത്താണ് യോഗം. എല്ലാ ബാങ്കുകളുടെയും ഉന്നതാധികാരികൾ യോഗത്തിൽ പങ്കെടുക്കും. വായ്പാ തിരിച്ചടവുകൾക്ക് മൊറട്ടോറിയം പ്രഖ്യാപിക്കും. മൊറട്ടോറിയമല്ല, വായ്പകൾ പരമാവധി എഴുതി തള്ളണമെന്ന അഭിപ്രായവും ശക്തമാണ്. അടിയന്തര സഹായമായി സർക്കാർ ദുരിതബാധിതർക്ക് നൽകിയ 10,000 രൂപയിൽ നിന്ന് 5,000 രൂപ വരെ പലരിൽ നിന്നും ബാങ്ക് പിടിച്ചിരുന്നു. വയനാടിന് കൈത്താങ്ങാകാൻ ഡിവൈഎഫ്ഐ പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വടക്കാഞ്ചേരി ചിറ്റണ്ടയിൽ ജനകീയ തട്ടുകട സംഘടിപ്പിച്ചു. ജനകീയ തട്ടുകടയിൽ നിന്ന് ചായയോ ചെറുകടികളോ ആവശ്യമുള്ളത് കഴിക്കാം. തങ്ങൾക്ക് ഇഷ്ടമുള്ള തുക വയനാട്ടിലെ ദുരിതബാധിതർക്ക് നൽകാമെന്നതായിരുന്നു പദ്ധതി. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അണയാത്ത പ്രതിഷേധം. RG കാർ മെഡിക്കൽ കോളേജ് ആശുപത്രിക്ക് സമീപം ഓഗസ്റ്റ് 24 വരെ നിരോധനാജ്ഞയാണ്. ഇതിനിടെ ഇന്ന് ഡോക്ടർമാർ കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിൽ പ്രതിഷേധം സംഘടിപ്പിക്കും. സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാരാണ് ബംഗാളിലേതെന്ന് കേന്ദ്രമന്ത്രി JP നദ്ദ വിമർശിച്ചു. രാഷ്ട്രീയ വാക്പോരും ശക്തമായി തുടരുകയാണ്. സുവി വിശ്വനാഥ് ചേരുന്നു. സുവി, അണയാത്ത പ്രതിഷേധമാണ്, തെരുവുകൾ തീജ്വാലയാവുകയാണ് സമരാഗ്നിയിൽ. ഈ സമരം ഇത്രയും ഇങ്ങനെ തുടരുമ്പോൾ എന്ത് തുടർ നടപടി പ്രതീക്ഷിക്കണം? എൽദോ, കൊൽക്കത്തയിൽ യുവ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊന്ന കേസിൽ പ്രതിഷേധം ആളിക്കത്തുകയാണ്. കൊൽക്കത്തയുടെ തെരുവേദികളെല്ലാം തന്നെ പ്രതിഷേധം ഇരുമ്പുന്ന ഒരു കാഴ്ചയാണ് കഴിഞ്ഞ ദിവസങ്ങളിൽ ഉൾപ്പെടെ കണ്ടത്. ഇതിനെ തുടർന്ന് ഡുറന്റ് കപ്പ് മാറ്റിവെക്കുന്ന ഒരു സാഹചര്യമുണ്ടായി. പ്രതിഷേധക്കാരും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യവും കഴിഞ്ഞ ദിവസം ഉണ്ടായി. സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിലായിരുന്നു ഇത്തരം സംഭവ വികാസങ്ങൾ അരങ്ങേറിയത്. ഇന്ന് ഡൽഹിയിലും പ്രതിഷേധമുണ്ട്. ഈ പ്രതിഷേധവും കനപ്പിക്കാനുള്ള ലക്ഷണങ്ങളാണ്, കനത്ത പ്രതിഷേധമാണ് ഉണ്ടാവുക എന്ന ലക്ഷണങ്ങളാണ് കാണാൻ സാധിക്കുന്നത്. ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് ഇന്ന് പ്രതിഷേധം നടക്കുക. അതിൽ മമതാ ബാനർജി രാജിവെക്കണം, അതുപോലെ തന്നെ പോലീസ് കുറ്റവാളികളെ വേഗത്തിൽ പിടികൂടണം എന്നീ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് രാജ്യവ്യാപക ഈ ഒരു പ്രതിഷേധം സംഘടിപ്പിക്കപ്പെട്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കൊൽക്കത്തയിൽ നടന്ന പ്രതിഷേധവും അതിരൂക്ഷമായി തന്നെ തുടരുകയുണ്ടായി. ഏതായാലും ഈ RG കാർ ആശുപത്രിക്ക് മുമ്പിലായിരുന്നു പ്രതിഷേധമെങ്കിൽ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുകയാണ്. ഈ മാസം 23 വരെയാണ് നിരോധനാജ്ഞ പ്രഖ്യാപിച്ചിരിക്കുന്നത്. പ്രിൻസിപ്പാളിനെ, അതായത് മുൻ പ്രിൻസിപ്പാൾ സന്ദേശ് ഘോഷിനെ കഴിഞ്ഞ ദിവസം ചോദ്യം ചെയ്തിരുന്നു. അയാളെ അറസ്റ്റ് ചെയ്യണം എന്നതുൾപ്പെടെയുള്ള ആവശ്യങ്ങളും ശക്തമായി തന്നെ തുടരുകയാണ്. ഒപ്പം വാക്പോരും, രാഷ്ട്രീയ പാർട്ടികൾ തമ്മിലുള്ള വാക്പോരും ശക്തമാണ്. നേരത്തെ തന്നെ സ്ത്രീവിരുദ്ധവും അതുപോലെ തന്നെ സ്ത്രീവിരുദ്ധവും ജനാധിപത്യ വിരുദ്ധവുമായ സർക്കാരാണ് പശ്ചിമ ബംഗാൾ ഭരിക്കുന്നത് എന്ന ആരോപണവുമായി JP നഡ്ഡ രംഗത്ത് വരികയുണ്ടായി. മമതാ ബാനർജി രാജിവെക്കണം എന്നൊരു ആവശ്യമാണ് ഇവർ ഉന്നയിക്കുന്നത്. സംഭവത്തിൽ സ്വമേധയാ സുപ്രീംകോടതി കേസെടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഈ കേസ് നാളെ ചീഫ് ജസ്റ്റിസിന്റെ ബെഞ്ച് പരിഗണിക്കുകയും ചെയ്യും. സുവിയാണ് വിവരങ്ങൾ നൽകിയത്. കൊൽക്കത്തയിൽ അത് വലിയ പ്രതിഷേധമാണ്. ഇന്ന് കേന്ദ്ര മന്ത്രിയുടെ ഓഫീസിന് മുന്നിലും പ്രതിഷേധമുണ്ടാകുമെന്നുള്ളതാണ്. കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട കൂടിയാലോചനയ്ക്കായി ബംഗളൂരുവിൽ ഇന്ന് യോഗമുണ്ട്. ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ എത്തിക്കുന്നത് സംബന്ധിച്ച് യോഗത്തിൽ തീരുമാനമുണ്ടാകും. 1 കോടിയോളം രൂപയാണ് ഇതിനായി ചെലവ് വരിക. വ്യാഴാഴ്ചയോടെ തെരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് കുടുംബത്തിന് അധികൃതർ നൽകിയ ഉറപ്പ്. അതിനിടെ
അർജുന്റെ അമ്മയെ കാണാൻ മുങ്ങൽ വിദഗ്ധൻ ഈശ്വർ മൽപേ ഉച്ചയോടെ കോഴിക്കോട്ടെ വീട്ടിലെത്തും. KV ബൈജു വിവരങ്ങൾ നൽകും. ബൈജു, വിശദാംശങ്ങൾ. ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുൻ ഉൾപ്പെടെ 3 പേർക്കായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് തീരുമാനമെടുക്കാനാണ് ബംഗളൂരുവിൽ ഇന്ന് നിർണായക യോഗം ചേരുന്നത്. ഇതിൽ ഏറ്റവും പ്രധാനം ഗോവയിൽ നിന്നുള്ള ഡ്രഡ്ജർ ഇവിടെ എത്തിക്കുക എന്നതാണ്. ഇതിൽ 2 കാര്യമാണുള്ളത്. ഒന്ന്, 1 കോടിയോളം രൂപ ചിലവ് വരുന്നുണ്ട്. അത് ഏതെങ്കിലും തരത്തിൽ ജില്ലാ ഭരണകൂടത്തിന്റെ ആ ചിലവ് വഹിക്കാനുള്ള പരിമിതി അവർ അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ സംസ്ഥാന സർക്കാരാണ് ഇത് സംബന്ധിച്ച് തീരുമാനമെടുക്കേണ്ടത്. അത് ഈ യോഗത്തിൽ തീരുമാനമാകും. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഡ്രഡ്ജർ എങ്ങനെ ഈ പുഴയിലെ ഇവിടെ എത്തിക്കും എന്നത് സംബന്ധിച്ച തീരുമാനമാണ്. അത് കരമാർഗം എത്തിക്കുന്നതിൽ ബുദ്ധിമുട്ടുണ്ട്. കാരണം കൊങ്കൺ വഴിയുള്ള ഒരു മേൽപ്പാലം കടന്നു പോകുന്നുണ്ട്. അതുവഴി ഡ്രഡ്ജർ എത്തിക്കാനുള്ള ബുദ്ധിമുട്ട് നേരത്തെ തന്നെ പറഞ്ഞിരുന്നു. അതുകൊണ്ട് കടൽ മാർഗം ഈ ഗംഗാവലി പുഴയിൽ ഡ്രഡ്ജർ എത്തിക്കാനുള്ള ശ്രമമാണ് നടക്കുന്നത്. അത് സംബന്ധിച്ചും ഈ യോഗത്തിൽ തീരുമാനമുണ്ടാകും. അതിനിടയിൽ തന്നെ ഈ ഉദ്യോഗസ്ഥർ, അതായത് ഡ്രഡ്ജർ കമ്പനിയുടെ ഗോവയിൽ നിന്നുള്ള ഉദ്യോഗസ്ഥർ ഇന്ന് ഗംഗാവലി പുഴയിലെത്തി പരിശോധന നടത്തും. ഏത് രീതിയിൽ, ഏത് വഴി ഈ യന്ത്രം ഇവിടെ എത്തിക്കണമെന്നാണ് പ്രധാനമായും ഈ പരിശോധനയിൽ കണ്ടെത്തുക. ഏതായാലും ഇന്ന് നിർണായക ദിനമാണ്. ഈ രണ്ടാമത് വീണ്ടും തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി സംബന്ധിച്ച് നിർണായക യോഗമാണ് ഇന്ന് ബംഗളൂരിൽ ചേരുന്നത്. എന്തായാലും അതിനിടയിൽ തന്നെ ഈശ്വർ മൽപ ഇന്ന് അർജുന്റെ അമ്മയെ കാണാൻ കോഴിക്കോട് എത്തുന്നുണ്ട്. അദ്ദേഹം കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ കുടുംബത്തിന്റെ നിർദ്ദേശപ്രകാരം, കുടുംബത്തിന്റെ ആവശ്യപ്രകാരമായിരുന്നു ഇത്തരത്തിൽ തിരച്ചിൽ നടത്തിയത്. ആ കുടുംബത്തെ കണ്ട് അവരെ ആശ്വസിപ്പിക്കുക, ഒപ്പം വീണ്ടും തിരച്ചിൽ നടത്താൻ ആവശ്യപ്പെട്ടാൽ അത് താൻ തയ്യാറാണെന്ന് ഈശ്വർ മൽപ ഏതായാലും പറഞ്ഞിട്ടുണ്ട്. ഏതായാലും വൈകാരികമായ രംഗങ്ങൾക്കായിരിക്കും ഇന്ന് അർജുന്റെ വീട് സാക്ഷ്യം വഹിക്കുക. ജിതൻ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് തിരിച്ചിട്ടുണ്ട്. അവർ ഈശ്വർ മൽപ്പയുടെ സന്ദർശനത്തോടനുബന്ധിച്ചാണ് ഇന്ന് വീട്ടിലേക്ക് എത്തിയത്. ജിതൻ രാവിലെ തന്നെ വീട്ടിലെത്തിയിട്ടുണ്ട്. ഏതായാലും ഉച്ചയോടുകൂടിയായിരിക്കും ഈശ്വർ മൽപ്പ ഈ കുടുംബത്തെ കാണാനെത്തുക. അദ്ദേഹം ഇപ്പോൾ കോഴിക്കോട് എത്തിയിട്ടുണ്ട്. ഏതായാലും ഈശ്വർ മൽപ്പയുടെ കൂടിക്കാഴ്ചയും വളരെ പ്രധാനമാണ്. കുടുംബവുമായി ഏത് രീതിയിലാണ് ഇനി അർജുനായുള്ള തെരച്ചിൽ വീണ്ടും ആരംഭിക്കേണ്ടതെന്ന് സംബന്ധിച്ചൊക്കെ അവർ തമ്മിൽ ആശയവിനിമയം നടത്തും. എന്തായാലും സംസ്ഥാന സർക്കാർ കൂടി ഇതിൽ ഇടപെടണമെന്ന ആവശ്യം കുടുംബം ഉന്നയിച്ചിട്ടുണ്ട്. കാരണം കർണാടക സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഇതിൽ നിന്നും ഈ തിരച്ചിൽ പുനരാരംഭിക്കുന്നതുമായി ബന്ധപ്പെട്ട് പിന്മാറാൻ ഇടയായാൽ അത് വലിയ തിരിച്ചടിയാകും. കാരണം 1 മാസം പിന്നിട്ടിരിക്കുന്നു. എന്തായാലും ഇനി അവസാന പ്രതീക്ഷയാണ്, ഈ അവസാന നാളുകളാണ് ആ പ്രതീക്ഷയുടെ. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് തന്നെ തിരച്ചിൽ പുനരാരംഭിക്കണം. ഏതായാലും വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കുമെന്നാണ് ജില്ലാ ഭരണകൂടം കുടുംബത്തിന് ഉറപ്പ് നൽകിയിരിക്കുന്നത്. ഇന്നത്തെ യോഗത്തിൽ ഉള്ള തീരുമാനം അനുസരിച്ചായിരിക്കും ഇനി തിരച്ചിൽ നടക്കുക. കൂടുതൽ യന്ത്രങ്ങൾ കൊണ്ടുവന്നാൽ മാത്രമേ ഈ തിരച്ചിൽ സാധ്യമാകൂ. ഈ മുങ്ങൽ വിദഗ്ധർക്കൊക്കെ വലിയ പരിമിതിയുണ്ട്. കാരണം അത്രത്തോളം കൂറ്റൻ കല്ലുകളും മരങ്ങളും ഒക്കെ ഈ ഗംഗാവലി പുഴയുടെ അടിത്തട്ടിലുണ്ട്. അതിന് താഴെയാണ് ലോറി ഉള്ളത്. ഏതായാലും കയർ ഉൾപ്പെടെയുള്ള ചില വസ്തുക്കൾ ലോറിയുടെ കഴിഞ്ഞ ദിവസത്തെ തിരച്ചിൽ ലഭിച്ചിട്ടുണ്ട്. അത് തന്നെയാണ് ഏറ്റവും വലിയ പ്രതീക്ഷ. അരികിലേക്ക് എത്താൻ പറ്റും. ഇപ്പോഴും ലോറിക്ക് അകത്തെ ക്യാബിനകത്ത് അർജുൻ ഉണ്ടെന്ന ഒരു പ്രതീക്ഷ തന്നെയാണ് കുടുംബത്തിനും അതുപോലെ തന്നെ രക്ഷാദൗത്യങ്ങൾക്കുമുള്ളത്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ഈ ലോറി കണ്ടെത്തി ലോറിയിൽ നിന്നും ഈ ക്യാബിൻ പരിശോധിക്കണം. അതാണ് ഇതിൽ ഏറ്റവും പ്രധാനം. അതല്ല, ഇതിന് സമീപമായി വലിയ മൺകൂനയൊക്കെ രൂപപ്പെട്ടിട്ടുണ്ട്. ആ മണ്ണിടിച്ചിലുണ്ടായ ആ മലയുടെ മുകളിലുണ്ടായിരുന്ന മരങ്ങളൊക്കെ അടിഞ്ഞുകൂടിയിട്ടുണ്ട്. ആ ഭാഗം കൂടി പരിശോധിക്കേണ്ടതുണ്ട്. അതിനാണ് ഈ ഡ്രഡ്ജർ വലിയ സഹായകരമാവുക. ഈ മണ്ണ് നീക്കി അത്തരത്തിൽ ലോറി പുറത്തേക്ക് എടുക്കുന്നതോടൊപ്പം തന്നെ പുഴയുടെ ഗതി സുഗമമാക്കുക. കാരണം പുഴയിൽ വലിയ തോതിലാണ് ഇത്തരത്തിൽ മണ്ണ് അടിഞ്ഞുകൂടിയിരിക്കുന്നത്. കൂറ്റൻ കല്ലുകളും ഒക്കെ ഉണ്ട്. അതൊക്കെ നീക്കം ചെയ്യേണ്ടതുണ്ട്. അത് ഡ്രഡ്ജർ എത്തിയാൽ മാത്രമേ സാധ്യമാകൂ. എന്നാലും അത് സംബന്ധിച്ച നിർണായക തീരുമാനം ഇന്നുണ്ടാകുമെന്ന ഒരു പ്രതീക്ഷയിൽ തന്നെയാണ് കുടുംബങ്ങളുമുള്ളത്. ഇന്നുണ്ടാകുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബാംഗങ്ങളുള്ളത്. നല്ല യോഗം ഇന്ന് നടക്കും. KV ബൈജു വിവരങ്ങൾ നൽകിയത്. വാർത്താരംഭത്തിൽ ഇടവേള. നേരത്തെ തന്നെ ജില്ലാ കളക്ടർ അറിയിച്ചത്. അതുകൊണ്ട് തന്നെ ഇന്നത്തെ യോഗം വളരെ നിർണായകമാണ്. ഈ തുക സംസ്ഥാന സർക്കാർ വഹിക്കുമോ, ഇത് സംബന്ധിച്ച് എന്താണ് ഇന്ന് തീരുമാനമെടുക്കുക, അതൊക്കെ വലിയ നിർണായകമായ കാര്യം തന്നെയാണ്. ഏതായാലും ബംഗളൂരുവിൽ ഇന്ന് വൈകിട്ടോടു കൂടിയാണ് ഈ യോഗം ചേരുന്നത്. ഈ യോഗത്തിലായിരിക്കും ഇത് സംബന്ധിച്ച് അന്തിമ തീരുമാനം ഉണ്ടാവുക. എന്തായാലും ഇപ്പോൾ അതിനിടയിൽ തന്നെ ഈശ്വർ മൽപ്പ ഈ കണ്ണാടിക്കലിലെ അർജുന്റെ വീട്ടിലേക്ക് തന്നെ എത്തുന്നുണ്ട്. അർജുന്റെ വാർത്താരംഭത്തിലേക്ക് വീണ്ടും. സിനിമാ മേഖലയിലെ സ്ത്രീകൾ നേരിടുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പഠിച്ച ജസ്റ്റിസ് ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടുന്നത് തടയണമെന്നാവശ്യപ്പെട്ട് നടി രഞ്ജിനി ഹൈക്കോടതിയിൽ നൽകിയ ഹർജി ഇന്ന് പരിഗണിക്കും. റിപ്പോർട്ട് പുറത്തുവിടുന്നത് അനുവദിച്ചുകൊണ്ടുള്ള ഹൈക്കോടതി സിംഗിൾ ബെഞ്ച് ഉത്തരവിനെതിരെയാണ് നടി അപ്പീൽ നൽകിയത്. ഹർജി നൽകിയതിന് പിന്നാലെ റിപ്പോർട്ട് പുറത്തുവിടുന്നത് സർക്കാർ തടയുകയും ചെയ്തിരുന്നു.
വിവരങ്ങൾ നവമി ദിനേശ് പങ്കുവെക്കും. നമ്മോടൊപ്പം ചേരും കൊച്ചിയിൽ നിന്ന് രഞ്ജിനിയുടെ ആവശ്യം അത് എങ്ങനെയാണ് ഹൈക്കോടതി പരിഗണിക്കുക? ആ ഹർജിയിൽ ഒരു തീർപ്പാകുന്നത് വരെ ഹേമ കമ്മിറ്റി റിപ്പോർട്ട് പുറത്തുവിടില്ല എന്നുള്ള ഒരു നിലപാടാണ് സർക്കാരും സ്വീകരിക്കുന്ന സാഹചര്യം. അപ്പോൾ ഇത് വീണ്ടും വീണ്ടും ഇങ്ങനെ നീണ്ടുപോകുമോ എന്നുള്ളതാണ് ഒരു സ്വാഭാവികമായിട്ടുള്ള ആലോചന. എന്നാലും ഇന്ന് ഹർജി പരിഗണിക്കുന്നുണ്ട്. ഹർജിയിൽ ഒരു തീർപ്പാകുമോ എന്നുള്ളതാണ് അറിയേണ്ടത്. നവമി ദിനേശ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. നവമി, ഗുഡ് മോർണിംഗ്. ഈ ഹർജി ഇന്ന് പരിഗണിക്കുമ്പോൾ ഏറ്റവും കൗതുകകരം എങ്ങനെ ഇത് ബാധിച്ചു കക്ഷികളെ എന്നുള്ളതാണ് കോടതി കഴിഞ്ഞ ഹർജിയിൽ, നിർമ്മാതാവിൻ്റെ ഹർജിയിൽ ചോദിച്ചത്. അപ്പോൾ നടി രഞ്ജിനി അങ്ങനെ ഒരു ഹർജി ഉന്നയിക്കുന്ന സാഹചര്യത്തിൽ കോടതി എടുക്കുന്ന നിലപാട് എന്താണ് എന്നുള്ളത് വളരെ കൗതുകകരമായിരിക്കും. എന്താണ് വിവരങ്ങൾ? എന്തോ നമുക്കറിയാം, ഈ റിപ്പോർട്ട് സമർപ്പിച്ച് 4.5 വർഷത്തിന് ശേഷം പലതവണയായി സർക്കാർ ഈ റിപ്പോർട്ട് ഇപ്പോൾ പുറത്തുവിടുമെന്നൊക്കെ പലതവണ പറയുന്നു. പക്ഷെ ആ സമയത്തൊക്കെ ഓരോരുത്തരും ഹർജിയുമായി ഹൈക്കോടതിയെ സമീപിക്കുന്നു. ആദ്യം ഒരു നിർമ്മാതാവ് സജി പാറയിൽ ഹൈക്കോടതിയെ സമീപിക്കുന്നു. ഇത് പുറത്തുവിട്ടാൽ താനടക്കമുള്ള ചിലർക്കെതിരെ തങ്ങളുടെ സ്വകാര്യതയെ ബാധിക്കുന്ന ചില കാര്യങ്ങൾ ഈ റിപ്പോർട്ടിലുണ്ടെന്ന് ആദ്യം പറയുന്നു. ആദ്യം കോടതി പരിഗണിക്കുന്നു. പിന്നീടുള്ള വാദങ്ങൾക്കൊടുവിൽ കോടതി ആ ഹർജി തള്ളുകയും റിപ്പോർട്ട് പുറത്തുവിടാൻ അനുവദിക്കുകയും ചെയ്യുന്നു. എന്തായാലും നാളെയാണ് ഹൈക്കോടതി നൽകിയ അവസാന ദിവസം. അതിനു മുൻപ് റിപ്പോർട്ട് പുറത്തുവിടണമെന്നായിരുന്നു സർക്കാരിനോട് പറഞ്ഞത്. ആ സമയത്ത് തന്നെ, അതായത് ശനിയാഴ്ച രാവിലെ 11 മണിക്ക് 6 മാധ്യമപ്രവർത്തകരോട് സാംസ്കാരിക വകുപ്പ് ഓഫീസിലേക്ക് ചെല്ലാൻ പറയുന്നു. വിവരാവകാശ പ്രകാരം ഇവരും അപേക്ഷ നൽകിയതാണ്. എന്തായാലും ഈ റിപ്പോർട്ട് അവർക്ക് കൈമാറാമെന്ന് വെളിപ്പെടുത്തുന്നു. അതിനുശേഷം തലേ ദിവസം, അതായത് വെള്ളിയാഴ്ച വൈകുന്നേരമാണ് നടി രഞ്ജിനിയുടെ ഹർജി അപ്രതീക്ഷിതമായി കോടതിയിലെത്തുന്നത്. ഇതിൽ രഞ്ജിനി ഉന്നയിക്കുന്ന പ്രധാനപ്പെട്ട വാദം, താൻ അടക്കമുള്ള നടിമാർ അതീവ രഹസ്യമായി ഈ കമ്മീഷന് മുൻപിൽ വെളിപ്പെടുത്തിയ പല കാര്യങ്ങളും അത് പുറത്തു വന്നാൽ താൻ അടക്കമുള്ളവരുടെ സ്വകാര്യതയെ ബാധിക്കും. ഒപ്പം സിനിമയിലെ ചില വ്യക്തികൾക്കെതിരെ താൻ പറഞ്ഞത് പിന്നീട് തങ്ങളുടെ ജീവിതത്തിലും അല്ലെങ്കിൽ പിന്നീടുള്ള മുന്നോട്ടുള്ള കരിയറിലും വലിയ വെല്ലുവിളിയാകും, അല്ലെങ്കിൽ പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും. അതുകൊണ്ട് ഈ റിപ്പോർട്ട് പുറത്തുവിടുന്നതിൽ തങ്ങൾക്ക് പ്രശ്നമില്ല. പകരം ഈ റിപ്പോർട്ടിന്റെ കോപ്പി തങ്ങൾക്ക് നൽകിയതിനു ശേഷം, അത് വായിച്ചതിന് ശേഷം മാത്രം ഈ റിപ്പോർട്ട് പുറത്തുവിടുക. തങ്ങളടക്കമുള്ളവർ പറഞ്ഞ മൊഴി തന്നെയാണോ ഈ റിപ്പോർട്ടിലുള്ളത് എന്നുകൂടി തങ്ങൾക്ക് പരിശോധിക്കേണ്ടതുണ്ട്. ഇത് മാത്രമാണ് ഈ രഞ്ജിനി അടക്കമുള്ള അവരുടെ ആവശ്യം. എന്തായാലും 10 മണിക്ക് തന്നെ ഈ ഹർജി പരിഗണിക്കുമെന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. ഏറെ നിർണായകമായിട്ടുള്ള ഒരു ദിവസം കൂടിയാണ്. സർക്കാരിനും സാംസ്കാരിക വകുപ്പിനും ഒപ്പം സിനിമാ മേഖലയിലുള്ളവർക്കും പലരുടെയും പേര് പറഞ്ഞിട്ടുള്ള ലൈംഗിക ആരോപണം വരെ ഉണ്ട് എന്നാണ് നമുക്ക് പുറത്തു വരുന്ന വിവരങ്ങൾ. എന്തായാലും അത് റിപ്പോർട്ട് വന്നാൽ ശേഷമേ അതിനെക്കുറിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ നമുക്ക് അറിയാൻ സാധിക്കുകയുള്ളൂ. അതുകൂടാതെ കാസ്റ്റിംഗ് കൗച്ച്, സിനിമയിലെ ഈ സ്ത്രീകൾക്ക് ഉണ്ടാകുന്ന വേതനത്തിലെ വേർതിരിവ്, അതടക്കമുള്ള കാര്യങ്ങൾ തെളിവ് സഹിതമാണ് പലരും ഈ റിപ്പോർട്ടിന് മുന്നിൽ മൊഴി നൽകിയിരിക്കുന്നത്. എന്തായാലും ഇതടക്കമുള്ള കാര്യങ്ങൾ അറിയാൻ സാധിക്കും. ഇന്ന് കോടതി രഞ്ജിനിയുടെ ഹർജി തള്ളുകയാണെങ്കിൽ സർക്കാരിന്റെ ഈ റിപ്പോർട്ട് എത്രയും വേഗം പുറത്തുവിട്ടേ മതിയാകൂ. എൽദോ. നവമി ദിനേശാണ് വിവരങ്ങൾ നൽകിയത്. നവമി തുടരുക. ഒരു വാർത്ത കൂടി നവമിയിൽ നിന്നും വിവരങ്ങൾ തേടേണ്ടതുണ്ട്. അത് മറ്റൊന്നുമല്ല, എറണാകുളം പെരുമ്പാവൂരിൽ വാഹന പരിശോധനയ്ക്കിടെ പോലീസിനെ വെട്ടിച്ച് കടന്നുകളഞ്ഞ കാറിലുണ്ടായിരുന്ന സംഘത്തിലെ 2 പേരെ പിടികൂടി. റിൻഷാദ്, അജ്മൽ എന്നിവരെയാണ് നാട്ടുകാരും പോലീസും ചേർന്ന് അങ്കമാലിയിൽ നിന്നും പിടികൂടിയത്. പോലീസിനെ വെട്ടിച്ച് കടന്നു കളഞ്ഞ വാഹനം വഴിയിൽ നിർത്തിയിട്ടിരുന്ന 3 വാഹനങ്ങളിൽ ഇടിച്ചു. വാഹനത്തിൽ ലഹരി കടത്തിയെന്നാണ് പോലീസ് സംശയിക്കുന്നത്. നവമി ദിനേശ്, നവമി, നാട്ടുകാരും പോലീസും ചേർന്ന് ഇവരെ പിടികൂടുന്ന സാഹചര്യം, ഇവർ ഈ വാഹനം വെട്ടിച്ച് കടന്നു കളയാനുള്ള സാഹചര്യം അത് ലഹരി കടത്താണ് എന്നുള്ള സംശയമാണല്ലോ ഉന്നയിക്കുന്നത്. അതിൽ ഒരു വ്യക്തത വന്നിട്ടുണ്ടോ? എൽദോ, ഈ പ്രതികളിൽ നിന്നും മൊഴി പ്രകാരം അവർ ഈ വാഹനത്തിൽ ലഹരി കടത്തുകയായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിക്കുന്നുണ്ട്. ഈ ലഹരി കടത്തുന്നതിനാലാണ് ഈ പോലീസിന്റെ ചെക്കിംഗ് കണ്ടപ്പോൾ വാഹനം നിർത്താതെ അതീവ സ്പീഡിൽ
ഇവർ വണ്ടി ഓടിച്ചു പോവുകയും പിന്നീട് വഴിയിൽ നിർത്തിയിട്ടിരുന്ന 3ഓളം കാറുകൾക്ക് വലിയ രീതിയിൽ കേടുപാടുകൾ സംഭവിക്കുകയും ചെയ്തു. ഇതിൽ വലിയ രീതിയിൽ ഇടിച്ചു തെറിപ്പിക്കുന്നത് നമുക്ക് കാണാൻ സാധിക്കും. എന്തായാലും ഈ കേസുമായി ബന്ധപ്പെട്ട് 3 പേരെയാണ് പോലീസ് സംശയിക്കുന്നത്. അതിൽ 2 പേരെ പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഒരാൾ കസ്റ്റഡിയിലുണ്ടെന്ന് നമുക്ക് വിവരം ലഭിക്കുന്നുണ്ട്. പക്ഷെ അയാൾ തന്നെയാണോ ഈ വാഹനത്തിൽ ഉണ്ടായിരുന്നതെന്ന് ഇനിയും സ്ഥിരീകരിക്കേണ്ടതുണ്ട്. അതും വരും മണിക്കൂറിൽ നമുക്ക് അറിയാൻ സാധിക്കും. ഇന്നലെ വൈകുന്നേരമായിരുന്നു പെരുമ്പാവൂരിൽ വെച്ച് ഈ സംഭവം ഉണ്ടായത്. പോലീസിന്റെ പെട്രോളിംഗ് നടക്കുകയായിരുന്നു, പോലീസിന്റെ ചെക്കിംഗ് നടക്കുകയായിരുന്നു. ഈ സമയത്താണ് 3 അംഗ സംഘം ലഹരിയുമായി വന്ന വാഹനം നിർത്താതെ, പോലീസ് കൈ കാണിച്ചിട്ട് നിർത്താതെ സ്പീഡിൽ പോകുന്നത്. തുടർന്ന് പോലീസും ഈ വാഹനത്തെ പിന്തുടർന്ന് ഈ പോകുന്ന വഴിക്കാണ് ഈ അമിത വേഗതയിലായതിനാൽ വഴിയിൽ കണ്ടിരുന്ന 3ഓളം വാഹനങ്ങളെ ഇടിച്ചു തെറിപ്പിക്കുകയും ചെയ്തു. അതിനുശേഷം അതിസാഹസികമായാണ് പോലീസും നാട്ടുകാരും ചേർന്ന് ഇവരെ പിടികൂടിയത്. വഴിയരികിൽ ഇവർ കാർ ഉപേക്ഷിച്ച് ഓടി രക്ഷപ്പെടുകയായിരുന്നു. അതിൽ ഒരാളെ തത്സമയം തന്നെ നാട്ടുകാർ എല്ലാവരും കൂടി ചേർന്ന് പോലീസിന് ഏൽപ്പിച്ചു കൊടുത്തു. പിന്നീട് ഒരാളെ തൊടുപുഴ സ്വദേശി അജ്മലിനെ പിന്നീട് പിടികൂടുകയും ചെയ്തു. ഇനി എന്തായാലും ഒരാളെ കൂടിയാണ് പോലീസിന് പിടികൂടാനുള്ളത്. അയാൾ കസ്റ്റഡിയിലാണെന്നുള്ളൊരു വിവരം ലഭിച്ചിട്ടുണ്ട്. പക്ഷെ അത് സ്ഥിരീകരിക്കേണ്ടതുണ്ട്. പോലീസ് അയാളുടെ അറസ്റ്റ് ഇതുവരേക്കും രേഖപ്പെടുത്തിയിട്ടില്ല. മറ്റൊരു കാര്യം, ഈ വഴിയിൽ നിൽക്കുന്നവർക്കോ അല്ലെങ്കിൽ ഈ വാഹനത്തിലുണ്ടായിരുന്നവർക്കോ അപകടം സംഭവിച്ചില്ല എന്നുള്ളത് ഏറ്റവും ആശ്വാസകരമായിട്ടുള്ള കാര്യമാണ്. നമുക്കറിയാം എത്ര വേഗത്തിലാണ് ആ വാഹനം പോകുന്നതെന്ന്. അങ്ങനെ വലിയൊരു അപകടം തന്നെ, ഒരു സിനിമാ സ്റ്റൈലിങ്ങിലെ പോലെ ഒരു ചേസിംഗ് ആയിരുന്നു പോലീസും ഈ വാഹനവും തമ്മിൽ ഉണ്ടായിരുന്നത്. ഇതിൽ ലഹരി കടത്തുകയായിരുന്നു. ഇവർ സ്ഥിരം ലഹരി കടത്ത് സംഘത്തിലെ അംഗങ്ങളാണോ, ഇവർ ലഹരി ഉപയോഗിക്കുന്നുണ്ടോ എന്നടക്കമുള്ള കാര്യങ്ങളും ഇനി പോലീസിൽ നിന്നും ലഭിക്കേണ്ടതുണ്ട്. റൈറ്റ്, നവമിയാണ് വിവരങ്ങൾ നൽകിയത്. എന്നാലും വലിയ ഭീതി പരത്തിയാണ് ആ സംഘം കാറ് വെട്ടിച്ച് പോയത്. വലിയ അപകടം സൃഷ്ടിക്കുകയും ചെയ്തു. ഏറ്റവും ഒടുവിൽ പിടികൂടി അവരെ അങ്കമാലിയിൽ നിന്ന്. കൊച്ചിയിൽ നവമിയാണ് വിവരങ്ങൾ പങ്കുവച്ചത്. ഇനി മറ്റൊരു വാർത്തയിലേക്ക് പോയാൽ, ജയമം വിടുമെന്ന സൂചന നൽകി ജാർഖണ്ഡ് മുൻ മുഖ്യമന്ത്രി ചമ്പൈ സോറൻ ഡൽഹിയിൽ തുടരുകയാണ്. BJP നേതാക്കളുമായി ചമ്പൈ സോറൻ കൂടിക്കാഴ്ച നടത്തിയേക്കും. അതേസമയം ചമ്പൈക്കൊപ്പമുള്ള MLA-മാർ പാർട്ടി വിടുന്നത് ഒഴിവാക്കാനുള്ള നീക്കം മുഖ്യമന്ത്രി ഹേമന്ത് സോറനും ആരംഭിച്ചിട്ടുണ്ട്. രാകേഷ് ചേരുന്ന വിവരങ്ങളുമായി. രാകേഷ്, ഈ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുകയാണല്ലോ. അപ്പോൾ ചമ്പൈ സോറൻ ഇന്നലെ ഡൽഹിയിലെത്തി ചെറിയ സൂചനകളൊക്കെ നൽകിയിരുന്നു ഈ കൂടിക്കാഴ്ച സംബന്ധിച്ച്. പക്ഷെ ഇന്നലെ ഒന്നും സംഭവിച്ചില്ല. ഇന്നുണ്ടാകുമോ അത്? എൽദോ, ജയമം വിടും, ചമ്പൈ സോറൻ ജയമം വിടുമെന്ന് ഉറപ്പായിരിക്കുകയാണ്. ഇനി എന്തായിരിക്കും അടുത്ത നീക്കം എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഏതായാലും അദ്ദേഹം ഡൽഹിയിൽ തന്നെ തുടരുന്നു. ഇന്ന് നിർണായകമായ കൂടിക്കാഴ്ചകൾ ഒരുപക്ഷെ ഉണ്ടായേക്കാം. ഇതിനോടൊപ്പം തന്നെ BJP നേതാക്കൾ അദ്ദേഹത്തെ സ്വാഗതം ചെയ്തിട്ടുണ്ട്, അദ്ദേഹത്തെ പിന്തുണച്ച് രംഗത്ത് വന്നിട്ടുണ്ട്. കേന്ദ്രമന്ത്രി ജിതൻ റാം മാഞ്ചി അടക്കമുള്ളവർ അദ്ദേഹത്തെ പിന്തുണച്ചുകൊണ്ട് രംഗത്ത് വരുന്ന സാഹചര്യമുണ്ടായി. അപ്പോൾ ഇന്നൊരുപക്ഷെ നിർണായകമായ കൂടിക്കാഴ്ച ഉണ്ടായേക്കാം. ഏതായാലും ജയമവുമായി ഇനി ചേർന്ന് പോകില്ല എന്ന സൂചനകൾ, അത്തരമൊരു കൃത്യമായ സന്ദേശം അദ്ദേഹത്തിൻ്റെ ഇന്നലെ സാമൂഹ്യ മാധ്യമങ്ങളിൽ പങ്കുവച്ച പോസ്റ്റുകളിൽ വ്യക്തമാണ്. പ്രത്യേകിച്ച് 3 വഴികൾ തനിക്ക് മുന്നിലുണ്ട് എന്ന് അദ്ദേഹം സൂചിപ്പിക്കുന്നു. അതിലേറ്റവും ആദ്യമായി അദ്ദേഹം പറയുന്നത് രാഷ്ട്രീയത്തിൽ നിന്ന് വിരമിക്കാം. രണ്ടാമതായി അദ്ദേഹം പറയുന്നത് മറ്റ് പുതിയ പാർട്ടി രൂപീകരിക്കാം, അല്ലെങ്കിൽ ഈ വഴിയിൽ കൂടെ കൂട്ടുന്ന ആരെങ്കിലുമായി ഒപ്പം സഞ്ചരിക്കാം എന്നുകൂടി അദ്ദേഹം പറയുന്നു. അത് കൃത്യമായൊരു സൂചനയാണ്. അതുകൊണ്ട് തന്നെ BJP-യിൽ ചേരാനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ല. ഈ ഡൽഹി സന്ദർശനം പോലും BJP-യിൽ ചേരാനുള്ള ലക്ഷ്യമിട്ടുകൊണ്ട് തന്നെയാണ് എന്നാണ് വിലയിരുത്തപ്പെടുന്നത്. ഏതായാലും ജയമം ഇതിനോടകം തന്നെ ചില നീക്കങ്ങൾ ആരംഭിച്ചിട്ടുണ്ട്. പാർട്ടി ഹേമന്ത് സോറൻ മുഖ്യമന്ത്രി ഇതിനോടകം തന്നെ നീക്കം ആരംഭിച്ചിട്ടുണ്ട്. കാരണം കൂടുതൽ MLA-മാർ ചമ്പൈ സോറിനൊപ്പം പോവുകയാണെങ്കിൽ അത് തിരിച്ചടിയാണ്. അത് ഒഴിവാക്കാനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും BJP ഇത്തരത്തിൽ MLA-മാരെ അടർത്തി മാറ്റി പാർട്ടിയെ ദുർബലമാക്കാൻ ശ്രമിക്കുന്നു, പാർട്ടിയെ മാത്രമല്ല ഇന്ത്യ സഖ്യത്തെയും ദുർബലമാക്കാൻ ശ്രമിക്കുന്നു എന്ന് ആരോപിച്ചിട്ടുണ്ട് ഹേമന്ത് സോറൻ. ഏതായാലും ഹേമന്ത് സോറന്റെ ഭാഗത്തുനിന്നും MLA-മാരെ ഒപ്പം നിർത്താനുള്ള നീക്കങ്ങൾ ആരംഭിക്കുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജയമം വൃത്തങ്ങൾ ഇപ്പോൾ വ്യക്തമാക്കുന്ന കാര്യം, വരാനിരിക്കുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മകന് സീറ്റ് നൽകണമെന്നൊരു ആവശ്യം ചമ്പൈ സോറൻ മുന്നോട്ട് വെച്ചിരുന്നു. അത് അംഗീകരിച്ചിരുന്നില്ല. അതാണ് ഇപ്പോഴുണ്ടായിരിക്കുന്ന അദ്ദേഹത്തിന്റെ പിണക്കത്തിന് കാരണം, പാർട്ടി വിടാൻ അത്തരമൊരു നീക്കത്തിലേക്ക് നയിച്ചത് എന്നാണ് ജയമം പറയുന്നത്. പക്ഷേ ചമ്പൈ സോറൻ ആവർത്തിച്ച് പറയുന്നത് തന്റെ അഭിമാനത്തിന് ക്ഷതമേറ്റു. മുഖ്യമന്ത്രി സ്ഥാനത്ത് നിന്ന് നിയമസഭാ കക്ഷി യോഗം ചേരുന്നതിന് 2 ദിവസം മുമ്പ് തന്നെ മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള പരിപാടികളിൽ പങ്കെടുക്കരുന്ന നിർദ്ദേശം നേതാക്കൾ നൽകി. അതാണ് തനിക്ക് ഏറ്റവും വേദനയുണ്ടാക്കിയത്. മറിച്ച് അധികാരത്തിന് വേണ്ടിയുള്ള അല്ലെങ്കിൽ അധികാരത്തിൽ കടിച്ചു തൂങ്ങേണ്ട നിലപാട് തനിക്കില്ല എന്ന് അദ്ദേഹം ആവർത്തിക്കുകയും ചെയ്യുന്നു. അതുകൊണ്ട് തന്നെ ഇന്ന് ഏതായാലും നിർണായക ദിവസമാണ്. ഡൽഹിയിൽ തുടരുന്ന അദ്ദേഹം BJP നേതാക്കളുമായി ഇന്ന് കൂടിക്കാഴ്ച നടത്തിയേക്കും. എൽദോ, റൈറ്റ്, ചമ്പൈ സോറന്റെ നീക്കം അത് കൗതുകരമാണ്. ഉറ്റുനോക്കുകയും ചെയ്യുന്നു
രാഷ്ട്രീയ മേഖല. രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. റഷ്യയിൽ യുക്രൈൻ നടത്തിയ ഷെല്ലാക്രമണത്തിൽ തൃശൂർ സ്വദേശി കൊല്ലപ്പെട്ടു. കല്ലൂർ നായരങ്ങാടി സ്വദേശി 36 വയസ്സുള്ള സന്ദീപാണ് മരിച്ചത്. ആശുപത്രിയിൽ മൃതദേഹം റഷ്യൻ മലയാളി അസോസിയേഷൻ അംഗങ്ങൾ തിരിച്ചറിഞ്ഞുവെന്നും കല്ലൂരിലെ വീട്ടിൽ വിവരം ലഭിച്ചു. സന്ദീപ് ഉൾപ്പെട്ട സംഘത്തിനു നേരെ ആക്രമണമുണ്ടായെന്ന് റഷ്യൻ മലയാളി വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ സന്ദേശം പ്രചരിച്ചതോടെയാണ് വിവരം നാട്ടിലറിയുന്നത്. എന്നാൽ എംബസിയിൽ നിന്നുള്ള ഔദ്യോഗിക സ്ഥിരീകരണം ലഭിക്കുമെന്നാണ് റഷ്യയിലെ മലയാളി സംഘടനകൾ ബന്ധുക്കളെ അറിയിച്ചിട്ടുള്ളത്. നമ്മൾ ഈ വാട്സാപ്പ് സന്ദേശം പ്രചരിപ്പിച്ചതിന്റെ അടിസ്ഥാനത്തിൽ നമ്മൾ മാൻ മിസ്സിംഗ് എന്നുള്ള രീതിയിൽ എംബസി വഴിയും നോർക്ക് വഴിയും നമ്മൾ അന്വേഷണം തുടങ്ങിയിരുന്നു. അതുവഴി എംബസിയിൽ നിന്നൊക്കെ നമുക്ക് തിരിച്ചന്വേഷണം വന്നു. പക്ഷെ ഇപ്പം മരിച്ചു എന്നുള്ളത് കൺഫർമേഷനായി. അപ്പോൾ എംബസി ബോഡി കൊണ്ടുവരാനായിട്ട് നമ്മൾ കേന്ദ്രമന്ത്രിമാരായിട്ടും MP ആയിട്ടും എല്ലാവരുമായിട്ട് ബന്ധപ്പെട്ടിട്ടുണ്ട്. MLA ആയിട്ട് ബന്ധപ്പെട്ട് നോർക്ക് വഴി മുഖ്യമന്ത്രിയായിട്ടും ബന്ധപ്പെട്ടിട്ടുണ്ട്. സന്ദീപ് ഉൾപ്പെട്ട 12 അംഗ റഷ്യൻ പട്ടാള പെട്രോളിംഗ് സംഘത്തിനു നേരെയായിരുന്നു ആക്രമണമെന്നാണ് ബന്ധുക്കൾക്ക് ലഭിച്ച വിവരം. ശനി, ഞായർ ദിവസങ്ങൾ എംബസി അവധിയായതിനാൽ അധികൃതരുടെ ഔദ്യോഗിക അറിയിപ്പും ചിത്രങ്ങളും കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചിട്ടില്ല. കഴിഞ്ഞ ഏപ്രിൽ 2-നാണ് സന്ദീപും മലയാളികളായ മറ്റു 7 പേരും ജോലിക്കായി റഷ്യയിൽ പോയത്. മോസ്കോയിൽ റെസ്റ്റോറന്റിലെ ജോലിക്കെന്നാണ് വീട്ടുകാരോട് പറഞ്ഞിരുന്നത്. എന്നാൽ പിന്നീട് റഷ്യൻ സൈനിക ക്യാമ്പിലെ ക്യാന്റീനിലാണ് ജോലിയെന്നും സുരക്ഷിതനാണെന്നും സന്ദീപ് വീട്ടുകാരെ അറിയിച്ചതായും പറയുന്നു. അതേസമയം റഷ്യൻ പൗരത്വം ലഭിക്കുന്നതിനായി സന്ദീപ് സൈന്യത്തിൽ ചേർന്നതായും വിവരമുണ്ട്. ന്യൂസ് 18 തൃശൂർ. ലോകം ഇന്ന് വിസ്മയകരമായ ആകാശക്കാഴ്ചയ്ക്ക് സാക്ഷ്യം വഹിക്കുകയാണ്. ഇന്ത്യൻ സമയം രാത്രി 11:56 ഇന്ന് പൂർണ്ണചന്ദ്രൻ ദൃശ്യമാകും. ചന്ദ്രൻ ഭ്രമണപഥത്തിൽ ഭൂമിയുടെ ഏറ്റവും അടുത്ത് വരുന്ന ബിന്ദുവിനെ പെരീജി എന്നാണ് വിളിക്കുന്നത്. പെരീജിയിൽ പൂർണ്ണചന്ദ്രനാവുമ്പോഴാണ് അതൊരു സൂപ്പർ മൂണായി മാറുന്നത്. ഈ വർഷം വരാനിരിക്കുന്ന 4 സൂപ്പർ മൂണുകളിൽ ആദ്യത്തേതാണ് ഇന്ന് തെളിയുക. സെപ്റ്റംബറിലും ഒക്ടോബറിലും സൂപ്പർ മൂണുകൾ ഇനി വരാനുണ്ട്. പക്ഷേ ഇന്നത്തെ സൂപ്പർ മൂൺ ബ്ലൂ മൂൺ കൂടി ആയിരിക്കുമെന്നാണ് നാസ അറിയിക്കുന്നത്. ബ്ലൂ മൂൺ അപൂർവമായി മാത്രം കാണുന്ന പ്രതിഭാസമല്ല. വർഷത്തിൽ 2 or 3 തവണ ബ്ലൂ മൂൺ കാണപ്പെടും. 4 പൂർണ്ണചന്ദ്രനെ കാണുന്ന ഒരു സീസണിലെ 3ാമത്തെ ഫുൾ മൂണിനെയാണ് സാധാരണയായി ബ്ലൂ മൂൺ എന്ന് വിളിക്കുന്നത്. ബ്ലൂ മൂണിന് നീല നിറവുമായി ബന്ധമൊന്നുമില്ല. ഇത്തരത്തിലുള്ള ഫുൾ മൂണാണ് ഇന്ന് ദൃശ്യമാവുക. സൂപ്പർ മൂണിനൊപ്പം ബ്ലൂ മൂൺ എത്തുന്നത് അപൂർവ പ്രതിഭാസമാണ്. 2020 ഒക്ടോബർ, 2021 ഓഗസ്റ്റ്, ഇനി ഇതിനു ശേഷം അടുത്ത സീസണിൽ ബ്ലൂ മൂൺ 2027 മെയ് മാസത്തിലാവും ദൃശ്യമാവുക. വീടിന്റെ ടെറസിൽ നിന്നോ മുറ്റത്ത് നിന്നോ ഒക്കെ നിങ്ങൾക്ക് ഇത് എളുപ്പത്തിൽ കാണാൻ കഴിയും. ചന്ദ്രൻ ഭൂമിയുടെ ഏറ്റവും അരികിലേക്ക് എത്തുന്നതിനാൽ തന്നെ ചന്ദ്രനെ ഭൂമിയിൽ നിന്ന് നഗ്ന നേത്രങ്ങൾ കൊണ്ട് പൂർണ്ണതയോടെ കാണാൻ കഴിയും. 30% വെളിച്ചവും 14% അധികം വലുപ്പവും ഇന്ന് ചന്ദ്രനുണ്ടാകും. സൂപ്പർ മൂൺ ലോകമെമ്പാടും ദൃശ്യമാകും. ഇന്ത്യൻ സമയം രാത്രി 11:56 ദൃശ്യമാവുക. ഈ ആകാശ കാഴ്ച 3 ദിവസം തുടരും. പേരുകൊണ്ട് വ്യത്യസ്തമാണ് ഇടുക്കി ഏലപ്പാറ സ്വദേശിയായ 4000. പേരിനോട് നീതി പുലർത്തി ഫോൺ നമ്പറുകൾ മനഃപ്പാടമാക്കുകയാണ് ഈ തോട്ടം തൊഴിലാളി. പ്രധാന ഫോൺ നമ്പറുകളെല്ലാം 4000-ന് മനഃപ്പാടമാണ്. തിരുനെൽവേലി സ്വദേശികളായ B4000-ന്റെ മാതാപിതാക്കൾ 1960-കളിലാണ് തോട്ടം മേഖലയിലെ ജോലിക്കായി ഏലപ്പാറയിലെത്തിയത്. മകൻ ജനിച്ചപ്പോൾ നാട്ടിലെ ക്ഷേത്രത്തിലെ മൂർത്തിയായ 4000തമ്മനോടുള്ള ബഹുമാനാർത്ഥം മകന് 4000 എന്ന് പേര് നൽകി. പേരിനോട് നീതി പുലർത്തുന്നതാണ് 4000-ന്റെ ഓർമ്മശക്തി. 20 മന്ത്രിമാർ LDF, പിന്നെ ഞാൻ പണിയെടുക്കുന്ന എസ്റ്റേറ്റിലെ പണിക്കാരുടെ നമ്പർ, സർക്കാർ ഓഫീസ്, വില്ലേജ് ഓഫീസ്, കൃഷി ആശുപത്രി നമ്പർ, അങ്ങനെ എല്ലാ നമ്പറൊക്കെ ഇപ്പോൾ 400 നമ്പറിനധികം മനപ്പാടാക്കിയിട്ടുണ്ട്. ഇനി നമ്പർ കിട്ടുവാണെങ്കിൽ ഇനി ഇതുപോലെ നമ്പർ നമുക്ക് മനപ്പാടാക്കാൻ കഴിയും. എസ്റ്റേറ്റിലെ ജോലി ചെയ്യുന്നത് 100, 150 100-നധികം 100 നമ്പറായിരുന്നു. പിന്നെ 125, 150, പിന്നെ 200-നധികം 250, പിന്നെ 300, 350, ഇപ്പോൾ 415 നമ്പർ അടുത്തോളമായി. KN ബാലഗോപാൽ ധനമന്ത്രി. 94, 46, 545, 577 എഡ്യൂക്കേഷൻ മിനിസ്റ്റർ ശിവൻകുട്ടി മന്ത്രി. 98, 46, 660, 986 റോഷി കൃഷ്ണൻ വാട്ടർ റിസോഴ്സസ്. 94, 47, 0, 21, 314 ഷാജി ശരിയാൻ ഫിഷറീസ് മിനിസ്റ്റർ.
94 47 069 369. ഒരു ഫോൺ നമ്പർ ആദ്യ കേൾവിയിൽ തന്നെ മനഃപ്പാടമാക്കും, പിന്നീട് എഴുതി സൂക്ഷിക്കും. പ്രധാന സർക്കാർ ഓഫീസുകളുടെയും മന്ത്രിമാരുടെയും എല്ലാം നമ്പറുകൾ കാണാതെ അറിയാം. സുഹൃത്തുക്കളുടെയും നമ്പറുകൾ മനഃപ്പാടമാണ്. 10ാം ക്ലാസ് മാത്രം വിദ്യാഭ്യാസമുള്ള 4000 പേര് കൊണ്ടും ഓർമ്മശക്തി കൊണ്ടും അത്ഭുതപ്പെടുത്തുകയാണ്. ന്യൂസ് 18 ഇടുക്കി. കാഫിർ സ്ക്രീൻഷോട്ട് ഷെയർ ചെയ്ത അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ പി ജയരാജന്റെ വിശ്വസ്തൻ കണ്ണൂർ മയിൽ സ്വദേശി മനീഷ് മനോഹരനാണ് പേജിന്റെ അഡ്മിൻ. നിലവിൽ ഡിവൈഎഫ്ഐ മയിൽ ബ്ലോക്ക് കമ്മിറ്റി അംഗമായ മനീഷ് ജില്ലാ സെക്രട്ടറി ആയിരിക്കെ 5 വർഷത്തോളം പി ജയരാജന്റെ സോഷ്യൽ മീഡിയ കൈകാര്യം ചെയ്തിരുന്നു. അമ്പാടിമുക്ക് എന്ന ഫേസ്ബുക്ക് പേജിൽ പോസ്റ്റ് ഷെയർ ചെയ്തത് മനീഷാണെന്ന് പോലീസ് കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിലുണ്ട്. ഭിന്നശേഷിക്കാരെ മാത്രം ഉൾക്കൊള്ളിച്ച് ഒരു കിഡൻ ഫുട്ബോൾ ടീമിന് രൂപം നൽകിയിരിക്കുകയാണ് തിരുവനന്തപുരത്തെ ഡിഫറന്റ് ആർട്ട് സെന്റർ. ഇന്ത്യൻ ഇതിഹാസം IM വിജയൻ നയിച്ച രാജ്യാന്തര താരങ്ങൾ ഉൾപ്പെട്ട സംഘത്തെ 5-5 എന്ന സ്കോറിൽ സമനിലയിൽ തളച്ചാണ് അവർ കോർട്ടിൽ ആവേശത്തുടക്കമിട്ടത്. മാജിക് സിറ്റി FC എന്നാണ് ടീമിന്റെ പേര്. ഒരു രസികൻ ഫുട്ബോൾ മത്സരം നടന്നു. അത് ഇവിടെ തിരുവനന്തപുരത്തായിരുന്നു. IM വിജയൻ ടീമും മാജിക് സിറ്റി ടീമും 5-5. അത് നമ്മുടെ VP ഷായിച്ചേട്ടനൊക്കെ ഇങ്ങനെ തളർന്ന് ഇരിക്കുന്നുണ്ട്. എങ്ങനെ ഉണ്ടായിരുന്നു പിള്ളേരോട് കളിച്ചിട്ട്? അല്ല, തീർച്ചയായിട്ടും ഇത് വളരെ സന്തോഷമുള്ള ഒരു മുഹൂർത്തമാണ്. വെച്ചാല് കുറച്ചുകൂടി എന്താണ് ഇത്രയും നന്നായിട്ട് ഡിഫറെന്റ് ഏബിൾഡ് ആയിട്ടുള്ള കുട്ടികൾക്ക് വേണ്ടിയിട്ട് ഇത്രയും നല്ലൊരു കാര്യം ചെയ്യുന്നതും ഇങ്ങനെ ഒരു ഗ്രൗണ്ട് ഉണ്ടാക്കിയതും ആ ഗ്രൗണ്ടിൽ കുട്ടികളെ പരിശീലിപ്പിച്ച് ഒരു എന്താണ് അവരുടെ സ്വപ്നം എന്ന് വെച്ചാൽ അവിടുത്തെ ടൂർണമെന്റുകളിൽ മെഡലുകളും ഇതൊക്കെയാണ്. അപ്പൊ അങ്ങനെയുള്ള കുട്ടികളെ തീർച്ചയായിട്ടും മുന്നോട്ട് നയിക്കാൻ ഇങ്ങനെയുള്ള ഒരു സ്ഥാപനത്തിൽ നടക്കും. അപ്പൊ അതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇങ്ങനെ ഒരു കളിയും കൂടി വെച്ചത്. തീർച്ചയായിട്ടും ഹാപ്പിയായിരുന്നു, വളരെ സന്തോഷം. വിജയേട്ടാ, ഇത് വിജയന്റെ പേരക്കുട്ടിയാട്ടോ. ഇത് 30ാമത്തെ വിവാഹ വാർഷികദിനമാണ് IM വിജയന്. അതിന്റെ ഒരു സന്തോഷം കൂടി ഉണ്ട്. എങ്ങനെയുണ്ടായിരുന്നു കളി? ഭയങ്കര രസം. കാരണം എല്ലാവരും ഭയങ്കര ഹാപ്പിയിലാണ്. കാരണം നമ്മള് നല്ല ഇവരുമായിട്ട് കളിക്കുമ്പോൾ നമുക്കൊരു എന്താ പറയാ നല്ലൊരു ഫീലുണ്ട്, നല്ല കോൺഫിഡൻസ്. പക്ഷെ നന്നായിട്ട് കളിക്കുന്നുണ്ടായിരുന്നു. അതൊക്കെ നമ്മുടെ ചേട്ടൻ്റെ എടുക്കാണ്. ഡിഫറെന്റ്ലി ഏബിൾഡ് എന്നുള്ളൊരു വ്യത്യാസം തോന്നിയോ കളിച്ചപ്പോഴെങ്കിലും? ഇല്ല, അതൊരിക്കലും ഇല്ല. അവരെ കളിയാണ്ടായിരുന്നു. ഇപ്പൊ നിങ്ങൾ ഓരോ ഷോട്ട് എടുത്ത് ഇടുമ്പോൾ അറിയാം അവരെ കളിയാണ്ട് തന്നെ നമുക്കറിയാം. അതിലൊരു കാരണം ചേട്ടനെ സംബന്ധിച്ച് ഇത്രയും നല്ലൊരു ഗ്രൗണ്ട് ഉണ്ടാക്കി പിള്ളേർക്ക് കോച്ചിങ് കൊടുക്കുക, അവരുടെ ഒരു മെഡല് അല്ലെങ്കിൽ ഒരു ഇന്ത്യൻ ടീമിൽ പോവുക, അല്ലെങ്കിൽ ഒരു സ്റ്റേറ്റ് ടീമിൽ കയറി പോവുക, അറ്റ്ലീസ്റ്റ് ഒരു KPL ഒരാളെ ഇന്ന് കളിക്കാന്ന് പറഞ്ഞാൽ അതിന്റെ ഒരു സന്തോഷമുണ്ട്. വന്നു കഴിഞ്ഞാൽ പ്രൗഡാണ്. നമുക്കും ചേട്ടനാണ് ഏറ്റവും വലിയ പ്രൗഡ്. തീർച്ചയായിട്ടും. ആസിഫ് സഹീർ, ആസിഫ് ഇങ്ങനെ പഴയ തീ പറന്ന നീക്കങ്ങളൊക്കെ ഇങ്ങനെ ഓർമ്മയിൽ വന്ന് ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെ ഒരു ഗ്രേറ്റ് ഓപ്പർച്യൂണിറ്റി നൽകിയ മുതുകാട് സാറിനും അതുപോലെ എല്ലാവർക്കും വിജയേട്ടനും എല്ലാവരോടും ഞാൻ നന്ദി പറയണം. കാരണം ഇത് വല്ലാത്തൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം കളി കണ്ടപ്പോൾ മനസ്സിലായി എന്തൊരു ആക്റ്റീവായിട്ട് കളിക്കുന്ന അല്ലേ, നമുക്ക് എല്ലാവർക്കും ഒരു മോട്ടിവേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു കളിയും കൂടി എല്ലാം കൊണ്ടും ഒരു പ്രചോദനമാകുന്ന ഒരു കളിയായി. പിന്നെ ഇതാണല്ലോ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ഏറ്റവും വലിയൊരു നമ്മളാൽ ഫുട്ബോളേഴ്സിന് ഏറ്റവും കൊടുക്കുന്ന ഗിഫ്റ്റ്. അതെ, പ്രചോദനം. ഇവർക്ക് പ്രചോദനമാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. നമ്മുടെ ഇന്റർനാഷണൽ സുരേഷ് ചേട്ടൻ എനിക്ക് എപ്പോ കണ്ടാലും കിലുക്കത്തിലെ വില്ലന്റെ ഓർമ്മ വരും. ഇല്ലേ, കിലുക്കത്തില് ഓർക്കണം. ശരത് സക്സേന അല്ലേ, നമ്മുടെ ജഗതി മറ്റേ കട്ടിലേക്ക് കിടന്നിട്ട് ജഗട ആ ഒരു ലുക്ക് എപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട്. നിങ്ങൾക്ക് തോന്നിയിട്ടില്ല? കൽക്കട്ട കളിച്ചോണ്ട് കുറച്ച് ഹിന്ദി അറിയാം, അതുകൊണ്ടാണ് ഓക്കെ. ഈ പിള്ളേരുടെ മുമ്പിൽ ഇങ്ങനെ മസിൽ പിടിച്ച് നിൽക്കുന്നായിരുന്നല്ലോ. ഇല്ല, നമ്മള് വന്ന് കളിച്ചു. ഭയങ്കര സന്തോഷം. ഇങ്ങനെ ഒരു സ്ഥലത്ത് വരാൻ പറ്റുന്ന ഭയങ്കര സന്തോഷം. എല്ലാവരും പരിചയപ്പെടാൻ പറ്റി. നമുക്കൊക്കെ ദൈവം തന്ന ഒരു വരദാനാണല്ലോ. അപ്പൊ എന്തായാലും ഭയങ്കര സന്തോഷം ഇങ്ങനെ ഒരു ഫുട്ബോൾ ടൂർണമെന്റിന് വരാൻ പറ്റി. ഇനി വിജയേട്ടനോടും പിന്നെ മുതുകാട് സാറിനോടും നന്ദി പറയുന്നു ഇങ്ങനെ ഒരു സ്ഥലത്തേക്ക് വിളിച്ചതിനാണ്. നെൽസൺ ഭായ് എങ്ങനെയുണ്ടായിരുന്നു? തക്കുട് നിനക്ക് വേണോ? നമ്മൾ പല മാച്ചുകളും പല സ്ഥലത്തും കളിച്ചിട്ടുണ്ട്. പക്ഷെ ഇങ്ങനത്തെ ഒരു അനുഭവം ആദ്യമായിട്ടാണ്. നമ്മുടെ എല്ലാവർക്കും മനസ്സിനൊരു എന്താ ഒരു പ്രത്യേക ഒരു ഇത് കിട്ടിയ എനർജി കിട്ടിയ പോലെ. ഇങ്ങനെ അതുപോലെ സുരേഷ് പറഞ്ഞ ഇങ്ങനെ ഒരു മാച്ച് സംഘടിപ്പിച്ച എല്ലാവർക്കും നമ്മുടെ നന്ദി. താങ്ക് യു. അപ്പൊ നൗഷാദ് ഭായ് എന്ന് പറയാതിരിക്കില്ലേ? എനിക്ക് ഇതേപോലെ ഒരുപാട് സന്തോഷമുണ്ട് ഇങ്ങനത്തെ ഒരു മാച്ച് കളിക്കാൻ കഴിഞ്ഞാൽ. ഒരു നല്ലൊരു അനുഭവമാണ് എന്തായാലും. അപ്പൊ ഈ മാച്ചിനെ ക്ഷണിച്ച വിജയേട്ടനും ബാക്കിയുള്ള എല്ലാ ടീമിലും ഷാജേട്ടനും ആസിഫ്, സുരേഷ്, അതുപോലെ നെൽസൺ
എല്ലാവർക്കും ഒരുപാട് നന്ദി. എന്നെ ഇതിൽ ഉൾപ്പെടുത്തിന് ഈ മാച്ചിൽ ഒരുപാട് സന്തോഷം. ഹാപ്പി അല്ലേ? ഹാപ്പി, ഒരുപാട് ഹാപ്പി അല്ലേ? ഓക്കെ, അപ്പൊ അതാണ് ഇവരുടെ എനർജി, ഇവരുടെ സൗഹൃദ കൂട്ടായ്മ ഇങ്ങനെ നിലനിൽക്കുന്ന സംഘമാണ്. അതായത് ഈ ഇതുപോലുള്ള വേദികളിൽ ഇവരെല്ലാവരും ഒത്തുചേരും. അതൊരു സൗഹൃദത്തിന്റെ വല്ലാത്തൊരു അന്തരീക്ഷം എപ്പോഴും ഉണ്ടാക്കാറുണ്ട്. അതിൽ പലപ്പോഴും ഞാൻ പങ്കുചേരാറുണ്ട്. അത് എന്റെ സന്തോഷം കൂടിയാണ്. അല്ലോ അതെന്ന് എല്ലാവരും പറയാറുണ്ട് ഫുട്ബോളേഴ്സിന് അങ്ങനെ ഒരു എല്ലാവരും ഇങ്ങനെ ഒരുമിച്ച് കൊണ്ടു നടക്കാൻ പറ്റുന്നത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കര പ്രൗഡാണ്. അല്ലടാ ഷാജി? മറ്റുള്ള ഒരു ഇതിൽ നമ്മൾ കണ്ടിട്ടുണ്ടാവും. കാരണം ഇവന്റെ ഒരു കുറ്റം പറയല്ല, അവരിൽ ഇങ്ങനത്തെ ഒരു എന്താ പറയാ, ഇങ്ങനത്തെ ഒരു സൗഹൃദമല്ല, കൂട്ടായ്മ. അത് ഫ്രണ്ട്ഷിപ്പ് ഒരിക്കലും നമ്മൾ ബ്രേക്ക് ചെയ്യാൻ ആഗ്രഹിക്കാത്ത വ്യക്തികളാണ് എല്ലാവരും. നമ്മളെ എവിടെയും കളിയിൽ നിങ്ങൾക്കറിയാം, എവിടെയും കളിയിൽ നമ്മളെല്ലാവരും എപ്പോഴും ഉണ്ടാവും. അത് വിളിച്ചാൽ നമ്മുടെ കൂടെ വരാൻ അത്രയും ഇൻട്രസ്റ്റ് ആണ് ഇങ്ങനെ അവരോട്. ഇതിൽ ഏറ്റവും സന്തോഷകരമായിട്ടുള്ള കാര്യം ഇവര് ഒറ്റയ്ക്കല്ല കേട്ടോ, ഇവരുടെ ഫാമിലി വൈസ് ആണ് ഇവിടെ വരിക. അതാണ് എല്ലാവരും ഭയങ്കര ഒരു സർക്കിളാണ്. എന്നാൽ ഈ സന്തോഷത്തിൽ നമ്മളെല്ലാവരും പങ്കുചേരുന്നു. മാജിക് സിറ്റി ടീമിന് വേണ്ടി അവർ ഗോൾ അടിച്ച് 5 ഗോൾ, അങ്ങനെ മനോഹരമായ കളിയായിരുന്നു. സോ വൈൻഡപ്പ് ചെയ്യുന്നു. തിരുവനന്തപുരത്ത് നിന്ന് ക്യാമറമാൻ ബിപിൻ മുരളിക്കൊപ്പം വെല്ലപ്പോൾ പുതുശ്ശേരി, ന്യൂസ് 18. വയനാട്ടിലെ ദുരന്തബാധിതർക്ക് കൈത്താങ്ങാവാൻ ചലഞ്ചുമായ ഒരു സലൂൺ. കോഴിക്കോട് മുക്കത്തെ മോഡി സലൂണാണ് ഒരു ദിവസത്തെ വരുമാനം പൂർണ്ണമായും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. വയനാട്ടിലെ ദുരന്തബാധിതരെ സഹായിക്കാൻ ചലഞ്ച് നടത്തി പണം കണ്ടെത്തുകയാണ് മുക്കത്തെ മോഡി സലൂൺ ഉടമ അർഷാദും സഹപ്രവർത്തകരും. അവധി ദിവസമായ ഞായറാഴ്ച സലൂൺ തുറന്നു പ്രവർത്തിച്ച് ഒരു ദിവസം കിട്ടിയ മുഴുവൻ പണവും മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകി. സാധാരണ വാങ്ങുന്ന ചാർജിന് പുറമെ ആളുകൾ കൂടുതലായി നൽകുന്ന പണവും ചേർത്താണ് ദുരിതാശ്വാസ നിധിയിലേക്ക് നൽകിയത്. ഇത് എല്ലാവരും ചെയ്യുന്ന ഒരു കാര്യം നമ്മൾ ചെയ്യുന്നുണ്ടേ ഉള്ളൂ. ഇത് ഇങ്ങനെ പേരിൽ ആദ്യമായിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. ഞങ്ങൾ സഹപ്രവർത്തകർ, എൻ്റെ സ്റ്റാഫും എല്ലാവരും ഒറ്റക്കെട്ടായി പറഞ്ഞൊരു അടിസ്ഥാനത്തിലാണ്. അവർക്ക് അവരുടെ വരുമാനം അവർക്ക് വേണ്ട, എല്ലാം ഇവിടെ എത്ര ക്യാഷ് കിട്ടുന്നോ അതെല്ലാം വയനാട്ടിനായിട്ട് കൊടുക്കാനുള്ള ഇതിനാണ് ഞങ്ങൾ ചെയ്തത്. ഇതര സംസ്ഥാന തൊഴിലാളികളായ ഖാദർ, സുൽഫി എന്നിവരുടെ സഹകരണത്തോടെയായിരുന്നു ഉദ്യമം. അർഷാദിന്റെയും ജീവനക്കാരുടെയും പ്രവർത്തനം മാതൃകാപരമാണെന്ന് സലൂണിലെത്തിയവരും പറഞ്ഞു. ഇത് വളരെ നല്ല ഒരു പൊതു പ്രവർത്തനം, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു സഹായം എന്നുള്ളതിലാണ്. ഇതൊക്കെ ഒരു എല്ലാവരും ഒന്ന് മാതൃകയാക്കിയിട്ട് ഈ മേഖലയിലേക്ക് വരണം എന്നാണ് അഭിപ്രായം. നേരത്തെ കേരള ബാർബർ ബ്യൂട്ടീഷ്യൻ അസോസിയേഷൻ ഒരു ദിവസത്തെ വേതനം വയനാടിനായി നൽകിയതിന് പുറമെയാണ് ഇത്തരത്തിലുള്ള ചലഞ്ച് കൂടി സംഘടിപ്പിച്ചത്. ന്യൂസ് 18 മുക്കം. ഉരുൾപൊട്ടലിൽ തകർന്ന വയനാട്ടിലെ സ്കൂളിന് സഹായവുമായി കട്ടപ്പന ഓസ്ലാനം ഹയർ സെക്കൻഡറി സ്കൂൾ കപ്പയും മുളകും ചലഞ്ച് സംഘടിപ്പിച്ച് വെള്ളാർമല ഗവൺമെന്റ് സ്കൂളിന് പുനരുദ്ധാരണ ഫണ്ട് കണ്ടെത്തുകയാണ് ഈ വിദ്യാർത്ഥികൾ. ഉരുളെടുത്ത വെള്ളാർമല ഗവൺമെന്റ് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിന് സഹായഹസ്തവുമായി കട്ടപ്പന ഒസാനാം ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥികൾ. സ്കൂളിന്റെ പുനരുദ്ധാരണ ഫണ്ട് കണ്ടെത്തുന്നതിനാണ് വിദ്യാർത്ഥികൾ കപ്പയും മുളക് ചലഞ്ച് സംഘടിപ്പിച്ചത്. പാത്രങ്ങളിലാക്കിയ കപ്പയും കാന്താരിയും കട്ടപ്പന നഗരവീഥികളിലൂടെ വിദ്യാർത്ഥികൾ തന്നെയാണ് വിതരണം ചെയ്തത്. വയനാട് സ്കൂളിന് കൈത്താങ്ങ് എന്ന് രേഖപ്പെടുത്തിയ പെട്ടികളിലാണ് കപ്പയും ചമ്മന്തിയും വിതരണം ചെയ്തത്. ഒസാനാം സ്കൂളിന് കഴിയുന്നു എന്നുള്ളത് അവിടെ സഹായകമായി നിലപാട് സ്വീകരിക്കുന്നതിന് അവിടുത്തെ വിദ്യാർത്ഥികൾ പഠിപ്പിക്കുന്ന സ്കൂള് അതിന് പകരമായി അവിടെ നടത്താൻ ഉദ്ദേശിക്കുന്ന പ്രവർത്തകർക്ക് സഹായകമാക്കത്തക്ക വിധത്തിൽ ഒരു ഫണ്ട് കളക്ഷൻ നടത്താൻ ഞങ്ങൾ തെരുവിലിറങ്ങി എല്ലാവരെയും കാണുന്നു. ഞാൻ ശ്രദ്ധിച്ചു. കപ്പയും കാന്താരി മുളകും കടകളിൽ എത്തിച്ചു അവിടുന്ന് ലഭ്യമാകുന്ന തുക ശേഖരിച്ച് ഇതിലേക്ക് വേണ്ടി നൽകുന്ന നൂതനമായ ഒരു നല്ല ആശയത്തിലൂടെ ഒരു ജനസമ്പർക്ക പദ്ധതിക്കാണ് ഞങ്ങൾ രൂപം നൽകിയിട്ടുള്ളത്. എല്ലാവരെയും പ്രത്യേകമായി ഞാൻ ഈ സന്ദർഭത്തിൽ അഭിനന്ദിക്കട്ടെ. അധ്യാപകരും വിദ്യാർത്ഥികളുടെ ഉദ്യമത്തിൽ പങ്കാളികളായി. വിദ്യാർത്ഥികളിൽ സേവന സന്നദ്ധതയും സാമൂഹ്യ അവബോധവും വളർത്താൻ ഈ പ്രവർത്തനങ്ങൾ ഉപകരിക്കും എന്ന് സ്കൂൾ പ്രിൻസിപ്പൽ ഫാദർ മനു കെ മാത്യു പറഞ്ഞു. മന്ത്രി റോഷി അഗസ്റ്റിൻ വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. ന്യൂസ് 18 ഇടുക്കി. ചെങ്കുത്തായ മലനിരകൾ ഇടിച്ചു നിരത്തിയുള്ള റോഡ് നിർമ്മാണത്തിനെതിരെ നാട്ടുകാർ രംഗത്ത്. ഇടുക്കി നെടുങ്കണ്ടം കല്ലാർപ്പുഴയോട് ചേർന്നുള്ള റോഡ് പുനർനിർമ്മാണത്തിലാണ് ആശങ്കയുള്ളത്. മണ്ണിടിച്ചിൽ ദുരന്തങ്ങളിൽ നിന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് വീണ്ടും ഇത്തരത്തിലുള്ള പ്രവർത്തനമെന്നാണ് വിമർശനം. നിർമ്മാണം പുരോഗമിക്കുന്ന കമ്പംമെട്ട് രാമക്കൽമേട് വണ്ണപ്പുറം പാതയുടെ കല്ലാറിലെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് സുരക്ഷിതത്വമില്ലെന്നാണ് പരാതി. പുഴയ്ക്ക് സമാന്തരമായി കടന്നുപോകുന്ന പാതയോട് ചേർന്ന് മുമ്പ് പലതവണ ചെറിയ മണ്ണിടിച്ചിലുകൾ ഉണ്ടായിട്ടുണ്ട്. നിലവിൽ വീതി വർദ്ധിപ്പിച്ചതോടെ റോഡരികിൽ നിന്നും കുത്തനെ കൂടുതൽ മണ്ണെടുത്തു. ഇതോടെ മുകൾ ഭാഗത്തു നിന്നും മണ്ണ് ഇടിഞ്ഞു വീഴാനുള്ള സാധ്യതയും വർദ്ധിച്ചു.
ആഴ്ചകൾക്കിടെ പെയ്ത മഴയിൽ പ്രദേശത്ത് ചെറിയ തോതിൽ മണ്ണിടിച്ചിലുണ്ടായിട്ടുണ്ട്. പല ഭാഗത്തും മണ്ണ് അപകടകരമാം വിധം വിണ്ടു നിൽക്കുന്നുണ്ട്. ഏത് നിമിഷവും ഈ ഭാഗങ്ങളിൽ മണ്ണിടിച്ചിലുണ്ടാവും. റോഡിന്റെ പണിക്ക് അവര് നേരെ കുത്തനെ എടുത്തു, ഇച്ചിരി ചായച്ചെടുക്കേണ്ടതിന് നേരെ കുത്തനെ എടുത്തു. ഇതിപ്പം ഇടിഞ്ഞോണ്ടിരിക്കുക, ഇനിയും അവിടെ എവിടെയൊക്കെ വിണ്ടിരിക്കുക. ഇനി ഇത് താഴെ പോകാറായിട്ടുണ്ട്. ഈ പ്ലാവ് പോയാൽ കുറെ മൊത്തം മേളിൽ നിന്ന് പോരും. നമ്മൾ അവരോട് പറയല്ലാതെ നമ്മളെന്താ ചെയ്യുന്നത്? അവരോട് പറയുമ്പോൾ അവർ കെട്ടിത്തരാമെന്ന് പറയും, അല്ലാതെ വേറൊന്നും അവർ പറയുന്നില്ല. ശരിയാക്കി തരാമെന്ന്. ഏത് സമയത്ത് വല്ലവരുടെയും തലയിൽ ഇടിഞ്ഞു വീഴുമെന്ന് പോലും അറിയത്തില്ല. രാമക്കൽമേട് വിനോദസഞ്ചാര കേന്ദ്രത്തിലേക്കും തമിഴ്നാട്ടിലേക്കും അടക്കം ദിവസേന നിരവധി വാഹനങ്ങൾ കടന്നുപോകുന്ന ഹൈറേഞ്ചിലെ പ്രധാന പാതയാണിത്. എപ്പോഴും വാഹനങ്ങൾ കടന്നുപോകുന്നതിനാൽ മണ്ണിടിച്ചിലുണ്ടായാൽ അത് വൻ ദുരന്തത്തിന് ഇടയാക്കും. ഗ്യാപ് റോഡിലെ അശാസ്ത്രീയ നിർമ്മാണം മൂലം മണ്ണിടിച്ചിൽ പതിവാകുമ്പോഴാണ് ഇതിൽ നിന്നൊന്നും പാഠം ഉൾക്കൊള്ളാതെയാണ് റോഡ് നിർമ്മാണം. ന്യൂസ് 18 ഇടുക്കി. ഒരിടവേള കൂടി. എത്തുന്നതിൽ ഏറ്റവും പ്രധാനം ഈ കുടുംബം ആവശ്യപ്പെട്ടത് പ്രകാരമാണ് കഴിഞ്ഞ സമയങ്ങളിലൊക്കെ ഈശ്വർ മൽപെ അർജുനായുള്ള തിരച്ചിൽ ഗംഗാവലി പുഴയിൽ നടത്തിയത്. കുടുംബം വീണ്ടും ആവശ്യപ്പെട്ടാൽ തിരച്ചിൽ തുടരുമെന്ന് തന്നെയാണ് അദ്ദേഹം വ്യക്തമാക്കിയത്. ഏതായാലും വൈകാരികമായ ഒരു രംഗമായിരിക്കും കണ്ണാടിക്കലിൽ നമുക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നത്. ഉച്ചയ്ക്ക് 1 മണിയോട് കൂടിയാണ് മൽപെ എത്തുക. അദ്ദേഹം ഇപ്പോൾ ശിരൂരിൽ നിന്നും കണ്ണൂരിലേക്ക് എത്തിയിരിക്കുന്നു. 1 മണിയോടുകൂടി കുടുംബത്തെ കാണുമെന്നാണ് അല്പസമയം മുമ്പ് നമ്മൾ ബന്ധപ്പെട്ടപ്പോൾ അദ്ദേഹം അറിയിച്ചത്. 1 മണിയോടെ കണ്ണാടിക്കലിലെ വീട്ടിൽ അദ്ദേഹം എത്തി കുടുംബത്തെ കണ്ട് കുടുംബത്തിനെ ആശ്വസിപ്പിക്കും. ഏതായാലും ജിതിൻ ഉൾപ്പെടെയുള്ളവർ ഇന്ന് നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. അവർ മൽപ്പയുടെ ഈ വീട്ടിലേക്ക് വരുന്നതുകൊണ്ട് തന്നെ ജിതിൻ ഉൾപ്പെടെയുള്ളവർ നാട്ടിലേക്ക് എത്തിയിട്ടുണ്ട്. ജിതിൻ ഇപ്പോൾ കണ്ണാടിക്കലിലെ വീട്ടിലെത്തിയിട്ടുണ്ട്. എന്തായാലും ഇന്ന് വളരെ നിർണായകമായ വാർത്താരംഭത്തിലേക്ക് വീണ്ടും. പാലക്കാട് തൃത്താലയിൽ ആവിഷ്കരിക്കുന്ന സമഗ്ര ആരോഗ്യ സുരക്ഷാ പദ്ധതിയായ അൻപോടെ തൃത്താലയുടെ ലോഗോ പ്രകാശനം മമ്മൂട്ടി നിർവഹിച്ചു. സിനിമാ കലാസംവിധായകൻ അജയൻ ചാലിശ്ശേരിയാണ് ലോഗോ രൂപകൽപ്പന ചെയ്തത്. ക്യാൻസർ, വൃക്ക, കരൾ, ഹൃദയം എന്നിവ സംബന്ധിച്ച രോഗങ്ങൾക്ക് മരുന്നുകൾ സൗജന്യമായി ലഭ്യമാക്കുക എന്നതാണ് പദ്ധതിയുടെ ലക്ഷ്യം. മന്ത്രി എം ബി രാജേഷ്, അൻപോടെ തൃത്താല പ്രസിഡന്റ് ഡോക്ടർ ഇ സുഷമ, ടി പി മുഹമ്മദ് മാസ്റ്റർ എന്നിവരും ലോഗോ പ്രകാശനത്തിൽ പങ്കെടുത്തു. ഡൊണാൾഡ് ട്രംപിനെ രൂക്ഷമായി വിമർശിച്ച് US വൈസ് പ്രസിഡന്റും ഡെമോക്രാറ്റിക് സ്ഥാനാർത്ഥിയുമായ കമല ഹാരിസ്, ട്രംപ് ഭീരുവും എതിരാളിയെ ഒതുക്കുന്നതുമാണ് ട്രംപിന്റെ രാഷ്ട്രീയമെന്നും കമല വിമർശിച്ചു. പെൻസിൽവാനിയയിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനിടെ ട്രംപിന്റെ പേരെടുത്ത് പറയാതെയായിരുന്നു കമല ഹാരിസിന്റെ വിമർശനം. പെൻസിൽവാനിയയിൽ നടന്ന പ്രചാരണത്തിൽ ട്രംപ് കമലയെ റാഡിക്കൽ എന്ന് വിമർശിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. കൊൽക്കത്തയിൽ ജൂനിയർ ഡോക്ടറെ ബലാത്സംഗം ചെയ്ത് കൊലപ്പെടുത്തിയ കേസിൽ അണയാത്ത പ്രതിഷേധമാണ്. ഡൽഹിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിൽ ഇന്ന് പ്രതിഷേധം നടക്കും. അതേസമയം കേസിൽ ചോദ്യം ചെയ്ത മുൻ പ്രിൻസിപ്പൽ സന്ദേശ് ഘോഷ് അറസ്റ്റ് തടയണമെന്നാവശ്യപ്പെട്ട് ഹൈക്കോടതിയെ സമീപിച്ചിട്ടുണ്ട്. സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണമെന്ന് രാഷ്ട്രപതി ദ്രൗപദി മുർമു രക്ഷാബന്ധൻ ദിനത്തോടനുബന്ധിച്ചുള്ള സന്ദേശത്തിൽ ആവശ്യപ്പെട്ടു. സുവി വിശ്വനാഥൻ ചേരുന്നു വീണ്ടും. സുവി, പ്രതിഷേധം അത് ഇങ്ങനെ രാജ്യം വലിയ തോതിൽ ഉറ്റുനോക്കുകയാണ്. കാരണം അതൊരു നീതിക്ക് വേണ്ടിയുള്ള, യുവ ഡോക്ടർക്ക് വേണ്ടിയുള്ള ഒരു പോരാട്ടമാണ്. അത് ഇനി ആവർത്തിക്കപ്പെടരുത് ഒരിക്കൽ പോലും. കേന്ദ്രം പൂർണ്ണമായും ഇതിൽ പ്രതിഷേധക്കാർക്കൊപ്പം തന്നെയുണ്ട്. സംസ്ഥാന സർക്കാർ, മമതാ ബാനർജി വലിയ തോതിൽ പ്രതിസന്ധിയിലുമാണ്, പ്രതിരോധത്തിലുമാണ്. ഇനി എന്താണ് സംഭവിക്കേണ്ടത്? എൽദോ, കൊൽക്കത്തയിൽ പ്രതിഷേധം അതിരൂക്ഷമായി തന്നെ തുടരുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. ഇന്നലെ വൈകിട്ടും വലിയ തോതിലുള്ള പ്രതിഷേധത്തിന് കൊൽക്കത്ത സാക്ഷ്യം വഹിച്ചു. തെരുവീഥികളെല്ലാം തന്നെ പ്രതിഷേധ കളി കൊണ്ട് നിറയുന്ന സാഹചര്യമാണ് ഉള്ളത്. ഇന്നിപ്പോൾ ഡൽഹിയിലാണ് പ്രതിഷേധം നടക്കാനുള്ളത്. കേന്ദ്ര ആരോഗ്യ മന്ത്രാലയത്തിന് മുന്നിലാണ് പ്രക്ഷോഭകർ പ്രതിഷേധവുമായി എത്തുക എന്നാണ് നമുക്കറിയാൻ സാധിച്ചിട്ടുള്ളത്. മമതാ ബാനർജി രാജിവെക്കുക, ഈ കുറ്റക്കാരായ പ്രതികളെ ഉടൻ അറസ്റ്റ് ചെയ്യുക തുടങ്ങിയ ആവശ്യങ്ങൾ
ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് പ്രതിഷേധം നടത്തുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ സാൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിന് മുമ്പിൽ നടന്ന പ്രതിഷേധത്തിൽ ആയിരക്കണക്കിന് ആളുകളാണ് പങ്കെടുത്തത്. അതിൽ ഡുറൻഡോ കപ്പ് മാറ്റിവെച്ചതിനെ തുടർന്നായിരുന്നു പ്രതിഷേധം. ജസ്റ്റിസ് അതായത് മരിച്ച യുവ ഡോക്ടർക്ക് നീതി ലഭിക്കണം എന്നും ആവശ്യപ്പെടുന്നുണ്ടായിരുന്നു. ഏതായാലും വലിയ തോതിലുള്ള പ്രതിഷേധമാണ് ഉയരുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ കഴിഞ്ഞ ദിവസം 3 ദിവസങ്ങളിലായി ചോദ്യം ചെയ്ത സന്ദേശ് ഘോഷ് എന്ന മുൻ പ്രിൻസിപ്പാൾ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. കൊൽക്കത്ത ഹൈക്കോടതിയെയാണ് അദ്ദേഹം സമീപിച്ചിരിക്കുന്നത്. തന്റെ അറസ്റ്റ് തടയണം എന്നാണ് അദ്ദേഹത്തിന്റെ ആവശ്യം. ഏതായാലും ആ വിഷയത്തിൽ ഹൈക്കോടതി ഇന്ന് പരിഗണിക്കും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഒപ്പം തന്നെ ഇപ്പോൾ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിൻ്റെതായ ഒരു പ്രസ്താവന പുറത്തു വരികയും ചെയ്തൊരു സാഹചര്യമുണ്ട്. അതിൽ പ്രധാനമായും പറയുന്നത് സ്ത്രീ സുരക്ഷ ഉറപ്പാക്കണം, സ്ത്രീകളെ ബഹുമാനിക്കാൻ പഠിക്കണം, അതാണ് ഈ രക്ഷാബന്ധൻ ദിനത്തിന്റെ പ്രത്യേകത എന്നുമാണ് ദ്രൗപദി മുർമു പറയുകയും ചെയ്തിരിക്കുന്നത്. ഏതായാലും അണയാത്തൊരു പ്രതിഷേധം രാജ്യമെമ്പാടും ഉണ്ടാകുന്നു. ഒപ്പം തന്നെ വലിയ തോതിലുള്ള പ്രതിരോധവും ഇതിനെതിരെ ഉയരുന്നുണ്ട്. മമതയുടെ രാജി BJP ആവശ്യപ്പെടുകയും ചെയ്യുന്നുണ്ട്. ഏതായാലും ജനങ്ങളെ അനുനയിപ്പിക്കാനുള്ള മാർഗങ്ങൾ തേടുന്നുണ്ട് എങ്കിൽ കൂടിയും ആ പ്രതിഷേധം അണയാതെ വലിയ തോതിൽ രോഷാകുലമാകുന്ന സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. എൽദോ, വലിയ പ്രതിഷേധമാണ് നടക്കുന്നത്. സുബി, ഇനി ഈ കേസിന്റെ അന്വേഷണ ഘട്ടം എന്തായി എന്നുള്ള ഒരു സംശയം കൂടിയുണ്ട്. ഈ സൈക്കോ അനാലിസിസ് നടത്തുമെന്നൊക്കെ സൂചിപ്പിച്ചിരുന്നു പ്രതിയെ. അതിന്റെ ഒരു ഘട്ടം ഏത് തലം വരെ എത്തി? അറസ്റ്റ് ചെയ്യപ്പെട്ട പ്രതി സഞ്ജയ് റായിയെ കഴിഞ്ഞ ദിവസം നുണപരിശോധനയ്ക്ക് വിധേയമാക്കും എന്ന തരത്തിലുള്ള വാർത്തകൾ പുറത്തു വന്നിരുന്നു. അത് CBI നിഷേധിക്കുന്നില്ല. അദ്ദേഹത്തെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. ഏതായാലും ഈ പ്രതി, അതായത് ഈ പെൺകുട്ടി കൊല ചെയ്യപ്പെട്ട കോൺഫറൻസ് റൂമിനകത്ത് ഒരു ഡിജിറ്റൽ മാപ്പിങ്ങിന് CBI തയ്യാറാവുകയാണ്. അതിനായുള്ള 3D മാപ്പിംഗ്, ഹോസ്പിറ്റലിന്റെ 3D മാപ്പിംഗ് പരിശോധന ഇന്നലെ നടത്തുകയും ചെയ്തിരുന്നു. 3 ദിവസങ്ങളിലായി കോളേജിന്റെ മുൻ പ്രിൻസിപ്പളായ സന്ദേശ് ഘോഷിനെ വിളിച്ചു വരുത്തി ചോദ്യം ചെയ്യുകയും ചെയ്തിരുന്നു. അദ്ദേഹത്തിന്റെ മൊഴികളിൽ ചില അവ്യക്തതകൾ ഉണ്ട് എന്നാണ് CBI വൃത്തങ്ങളിൽ നിന്ന് നമുക്കറിയാൻ സാധിക്കുന്നത്. ഏതായാലും അദ്ദേഹത്തിന്റെ ഒരു അറസ്റ്റിലേക്ക് ഇതുവരെയും നീങ്ങിയിട്ടില്ല എന്നാണ് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അദ്ദേഹത്തെ ഇനിയും വീണ്ടും വിളിപ്പിച്ചേക്കാനുള്ള സാധ്യതയുണ്ട് എന്നുമാണ് മനസ്സിലാക്കുന്നത്. അതിനിടയിലാണ് ഇപ്പോൾ സന്ദേശ് ഘോഷ് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. തന്റെ അറസ്റ്റ് തടയണം എന്നാവശ്യപ്പെട്ടുകൊണ്ട് ഉള്ള ഒരു ആവശ്യം ഉന്നയിച്ചുകൊണ്ടുള്ള ഒരു ഹർജിയാണ് അദ്ദേഹം കൊൽക്കത്ത ഹൈക്കോടതിയിൽ നൽകിയിരിക്കുന്നത്. ഏതായാലും അന്വേഷണം ശക്തമായി തന്നെ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. റൈറ്റ്, സുബി വിശ്വനാഥാണ് വിവരങ്ങൾ നൽകിയത്. വലിയ പ്രതിഷേധമാണ് രാജ്യമെമ്പാടും. ഇന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് മുന്നിലും ആ പ്രതിഷേധത്തിലേക്ക് കാര്യങ്ങൾ നീങ്ങും എന്നുള്ളതാണ് വിവരം. നല്ല വാർത്താരംഭത്തിന്റെ സമയം ഇവിടെ പൂർത്തിയാവുകയാണ്. കൂടുതൽ വാർത്തകൾ വിശദമായി നമുക്ക് നോക്കാം. ന്യൂസ് ടെൻസ് ആരംഭിക്കും. ഒരു ഇടവേളയ്ക്ക് ശേഷം രഞ്ജിത്ത് രാമചന്ദ്രൻ ചേരും. പ്രധാനമായും ഈ ബംഗളൂരുവിലെ യോഗം തന്നെയാണ്